عليكم ورحمة الله. الحمد لله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله العلي العظيم. ബഹുമാനികളെ, ഈ പരിപാടിയുടെ ഉദ്ദേശവുമായി ബന്ധപ്പെട്ട് ഉസ്താദുമാര് ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഉസ്താദുമാര് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ചുരുങ്ങിയ ഒന്ന് രണ്ട് വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദിന് വേണ്ടി, ഉസ്താദിന്റെ മുഖ്യപ്രഭാഷണത്തിന് വേണ്ടി വഴിമാറും ഇൻഷാ അല്ലാഹ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അതിൽ അടിയുറച്ച് വിശ്വസിക്കണം എന്നതിൽ, അതിൽ തന്നെ ആയിക്കൊണ്ട് ജീവിച്ചു മരിക്കണം എന്നതിൽ ആർക്കും തർക്കമില്ല. പക്ഷേ അത് പലരും പിൽക്കാലത്ത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ് കേരളക്കരയിൽ രംഗത്ത് വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഭിന്നിപ്പുകളും കലഹങ്ങളും എല്ലാം ഇവിടെ രൂപം കൊണ്ടത് എന്ന് ഏതൊരു ചരിത്ര വായനക്കാരനും അറിയാവുന്നതാണ്. നമ്മുടെ പ്രിയപ്പെട്ട അബൂബക്കർ ഹാജി ഉസ്താദ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്നതിലാണ് നമ്മുടെ തർക്കം. എന്തായാലും സലഫ് എന്നുള്ള പേരിൽ പലരും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. സലഫികൾ എന്നുള്ളവർ, ചിലരൊക്കെ അവരെ തമാശക്ക് സെൽഫികൾ എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അവര് ഉദ്ദേശിക്കുന്നത് 3 നൂറ്റാണ്ട് ജീവിച്ച ഉത്തമ നൂറ്റാണ്ടിലെ മഹാന്മാരെ ആയിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ സലഫിന്റെ വഴി സ്വീകരിക്കണം എന്നാണ് അവർക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമുക്ക് സലഫിന്റെ വഴി തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോകാം. അപ്പൊ തർക്കമില്ലല്ലോ. ഒന്നാമത്തെ വിഷയം തന്നെ സലഫിന്റെ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്? സലഫികളെന്ന് അവകാശപ്പെടുന്നവർ സലഫിന്റെ വഴിയാണ് തുടരാൻ വേണ്ടി പറയുന്നത്. അപ്പൊ നമുക്ക് അവിടെയും പ്രശ്നം ഇല്ല, നമുക്ക് ഒരുമിച്ച് പോകാം. പക്ഷെ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കിയാൽ നന്ന്. നമുക്ക് ഈ ഖുർആന്, ഹദീസ്, ഇജ്മാഉ, ഖിയാസ് എന്നീ പ്രമാണങ്ങളും അതിന്റെ വിശദീകരണ വ്യാഖ്യാനങ്ങളും അതുപോലെ അതുമായി ബന്ധപ്പെട്ട വിജ്ഞാന ശാഖകളുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളുമൊക്കെ എല്ലാ സുന്നി, മുജാഹിദ്, തബ്ലീഗ്, ജമാഅത്ത് എല്ലാവരുടെ മക്തബകളിലും ലൈബ്രറികളിലും ഉണ്ടാകും. അതാണ് നമ്മുടെ അവലംബങ്ങളെന്ന് അംഗീകരിക്കാത്ത ആരുമില്ല. കാരണം എന്തേ? അതില്ലാതെ ദീനില്ല. അപ്പൊ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. നമുക്ക് ബുഖാരി സ്വീകരിക്കാം, ബുഖാരിയിലുള്ളത് സ്വീകരിക്കാം, കാരണം അത് സ്വഹിയായ ഹദീസാണ്. അപ്പൊ ഞാൻ സുഹൃത്തിനോട് ചോദിച്ചു, എന്തായി സ്വഹിയായ ഹദീസ് എന്ന് അറിയോന്ന് ചോദിച്ചു. അത് സ്വഹീഹാണ്. ഞാൻ ചോദിച്ചു, എന്തായി സ്വഹീഹ്? സത്യത്തിൽ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോ എന്തായി സ്വഹീഹായ ഹദീസ് എന്ന് കക്ഷിക്ക് അറിയില്ലേ? ഇതിങ്ങനെ കേട്ട് 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 പറയല്ലാണ്ട്. എന്നിട്ട് ഞാൻ മൂപ്പരോട് പറഞ്ഞു കൊടുത്തു, ഈ സ്വഹീഹായ ഹദീസ് എന്ന് പറഞ്ഞാല് മഹാന്മാരിലൂടെ കൈമാറി വന്ന വചനങ്ങൾ, അത് മുത്തുനബിയുടേതാണെന്ന് ചേർത്ത് പറയപ്പെടുമ്പോൾ അതിനാണ് സ്വഹീഹായ ഹദീസ് എന്ന് ഞാൻ അയാൾക്ക് തിരിയുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പോ ഒരു സ്വഹീഹായ ഹദീസ് ഉണ്ടാവണമെങ്കിൽ, പറയുന്നത് എല്ലാവരും നന്നായി ശ്രദ്ധിക്കണം,
ഒരു സ്വഹീയായ ഹദീസിന്റെ ഉണ്ടാവൽ എന്നത് ഇവിടെ സംഭവിക്കണമെങ്കിൽ മഹാന്മാരിലൂടെ കൈമാറി വരൽ നടക്കണം. അപ്പൊ ഞാനത് ആ സുഹൃത്തിനോട് ചോദിച്ചു, അപ്പോൾ സ്വഹീയായ ഹദീസാണെന്ന് പറയണമെങ്കിൽ മഹാന്മാരിലൂടെ കൈമാറി വരണം. അപ്പൊ അവര് മഹാന്മാരാണെന്ന് നമുക്ക് തീരുമാനിക്കപ്പെടണ്ടേ? അവിടെയാണ് കക്ഷി ഒന്ന് ചിന്തിച്ചത്. ആരൊക്കെയോ പറഞ്ഞു കൊടുത്തു പോലും മൂപ്പരോട്, 1 ഖുർആന്, 2 ഹദീസ്, 3 ഇജ്മാ, 4 ഖിയാസ്, 5 ഇമാമിങ്ങൾ. സുന്നികൾ പറയുമ്പോലും ആദ്യം തന്നെ ഇമാമിങ്ങളും. അപ്പൊ പാവത്തിനത് മനസ്സിലാവാഞ്ഞിട്ടാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു, ഇമാം ഇല്ലാതെ ഈ ഹദീസ് ഉണ്ടാവുക എന്നുള്ളത് തസ്വൂറാവില്ല, അങ്ങനൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോ സുന്നികൾ ഇപ്പൊ ഒരു ഹദീസ് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാല് ഉടനെ ഏതൊരു കക്ഷിയും ചോദിക്കും അത് എവിടെയുള്ളത്. ഇപ്പൊ നമ്മളെന്താ പറയാ, അത് ബുഖാരി റിപ്പോർട്ട് ചെയ്തു. ഈ ബുഖാരി എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ഇമാമിന്റെ പേരാ. അപ്പോൾ ബുഖാരി മഹാനായാലേ ആ ഹദീസിന് നിലനിൽപ്പുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത്, ജനങ്ങള് പലരും തെറ്റിദ്ധരിച്ചത് ഹദീസ് എന്ന് പറഞ്ഞാല് ഏതോ നൂലുമക്കെട്ട് നമുക്ക് ഇറക്കി തന്നാ. മഹാന്മാരിലൂടെ കൈമാറി വന്നു. അവരുടെ മഹത്വമാണ് നമ്മുടെ ഹദീസിന്റെ അവലംബം, ദീനിന്റെ അവലംബം. അതുകൊണ്ട് ഞാൻ നീട്ടിപ്പറയുന്നില്ല. എല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമുക്ക് നന്ദി വേണം. നന്ദി എന്നത് ഇസ്ലാമിന്റെ എന്നല്ല, മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനമാണ്. ഇപ്പൊ നന്ദി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വന്ന വഴി മറക്കരുത്. നമ്മളിപ്പോ ഉദാഹരണത്തിന് ഒരു വിഭാഗം പറയുന്നു, മക്ബറയിലേക്ക് ആവശ്യ പൂർത്തീകരണത്തിന് പോയാൽ അയാള് ഖബർ ആരാധകനാണ്, മുശ്രിക്കാണ്, ഇസ്ലാമെന്ന് പുറത്താണ്. സത്യത്തിൽ അയാള് ബുഖാരി എന്ന് പറയും. സംഭവം ബുഖാരി ആണെങ്കിലും സാധുക്കൾ മലയാളത്തിൽ വായിച്ചിട്ട് ബുഖാരി എന്ന് പറയും. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ആദ്യത്തെ ഗ്രന്ഥമായ അവിടുത്തെ താരീഖുൽ കബീർ രചിച്ചത് എവിടുന്നാണെന്ന് ഈ സാധുക്കൾ മനസ്സിലാക്കിയില്ല. അവിടുത്തെ താരീഖുൽ കബീർ രചിക്കുന്നത് ബുഖാരി ഇമാം റഷ്യയിലാണ്. അവിടുന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറമുള്ള മദീനയിലേക്ക് യാത്ര ചെയ്തു. എന്നിട്ട് അവിടെ ബുഖാരി ഇമാം പറയാണ്, ഞാൻ അവിടെ മദീനയിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ ചാരത്ത് നിന്ന് ആണ് ഇത് എഴുതിയത്. എന്തിനു വേണ്ടി? ഞാൻ ഉദ്ദേശിച്ചു, ചരിത്രമാവുമ്പോൾ അങ്ങോട്ട് നീണ്ടുപോയാൽ ജനങ്ങൾക്ക് അതിന്റെ മംഫത്ത്, അതിന്റെ ഉപകാരം കുറയും. അതുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ ചരിത്രം ക്രോഡീകരിക്കപ്പെടാമെന്നുള്ള ഏറ്റവും വലിയ മുറാദും കൊണ്ട് ഈ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു യാത്ര ചെയ്തത് മദീനയിലാണ്. കാരണം മദീനയിലേക്ക് യാത്ര ചെയ്യാതെ, മനസ്സുകൊണ്ടെങ്കിലും യാത്ര ചെയ്യാതെ ഒരു മുഅ്മിൻ ഉണ്ടാവൂല. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ ഈമാനു യഅ്രിദു ഇലൽ മദീനതി കമാ യഹ്രിദുൽ ജുഹതു ഇലാ ഹയ്യതു ഇലാ ജുഹരിഹാ. ഒരു പാമ്പ് മാളത്തിലേക്ക് അടുക്കുന്നത് പോലെ, പാമ്പിന് എന്ത് പ്രയാസമുണ്ടായാലും അതിന്റെ എല്ലാ അഭയകേന്ദ്രം മദീനയായതുപോലെ ഈമാൻ മദീനയിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞത്. അതുപോലെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒരു ആവശ്യം വന്നപ്പോൾ അവിടത്തേക്ക് മടങ്ങിയതും മദീനയിലേക്ക് തന്നെ. എന്ന് മാത്രമല്ല, ഇമാം ബുഖാരിയുടെ ലോകപ്രശസ്തമായ ഗ്രന്ഥമായ നമ്മളെല്ലാം നാഴികക്ക് 40 വട്ടം കേൾക്കുന്ന സ്വഹീഹുൽ ബുഖാരി, അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പണ്ഡിതന്മാർക്കറിയാം. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ അധ്യായങ്ങളുടെ ക്രോഡീകരണമാണ്, അധ്യായത്തിന്റെ തലക്കെട്ടുകളാണ്. ഹദീസുകൾ പലരും ക്രോഡീകരിച്ചിട്ടുണ്ടെങ്കിലും ആ ക്രോഡീകരണത്തിന് മഹാനവർകൾ നൽകിയ അധ്യായങ്ങളും അതുമായി ബന്ധപ്പെട്ട് നൽകിയ ഖുർആനായത്തുകളും സലഫിന്റെ വാചകങ്ങളൊക്കെയാണ് അതിന്റെ ഏറ്റവും വലിയ മഹത്വം. ആ മുറാദ് ഹാസിലാകാൻ വേണ്ടി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റൗദ ഷരീഫിൽ പോയിട്ടാണ് അതിന് അധ്യായം ഇട്ടത് എന്ന് ചിന്തിക്കുമ്പോൾ വിമർശകർ അതൊന്നും അറിയാതെ പെട്ടുപോയതാണെന്ന് ആർക്കും മനസ്സിലാകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇൽമുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പറയുന്നുണ്ട്. ഗസ്സാലി ഇമാമിനോട് ചോദിച്ചു, പഴയകാലത്ത് വന്ന 2 പിഴച്ച കക്ഷികളാണ്, ഒന്ന് ജബരിയത്ത്, ഒന്ന് മുഅ്തസിലത്ത്. ജബരിയത്ത് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് നമുക്കൊരു പ്രവർത്തനവും ഇല്ല, നമ്മൾ കാറ്റിലാടുന്ന ഇലകളെ പോലെ ആടുകയാണ്, അതിങ്ങനെ ജയിക്കാൻ നമുക്കൊരു പ്രവർത്തനവും ഇല്ല. മുഅ്തസിലത്ത് അതിന്റെ അപ്പുറം അങ്ങ് മറുകണ്ഠം ചാടി അവർ പറയുന്നത് നമ്മളാണ് പ്രവർത്തനം ഉണ്ടാക്കുന്നത്, നമുക്ക് പ്രവർത്തനത്തിന് സ്വയം അല്ലാഹു തആല വിട്ടു തന്നിട്ടുണ്ട്, അതിന്റെ സൃഷ്ടാവ് മനുഷ്യൻ തന്നെയാണ്.
അപ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നിടത്ത് ഉദ്ദാലിമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് രണ്ടാള് പറയുന്നത് ശരിയാണോ? അപ്പോ ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. ആന്താ ഉസ്താദ് അങ്ങനെ രണ്ടാള് പറയുന്നത് ശരിയാകുക? അത് ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഉസ്താലിമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, കുറെ അന്ധന്മാര് കേട്ടു ആന എന്നൊരു ജീവിയുണ്ടെന്ന്. അങ്ങനെ ഈ അന്ധന്മാർക്ക് ആന ചെവി കൊണ്ട് കേട്ടു എന്നല്ലാതെ ആനയെ അറിയണമെങ്കിൽ കണ്ണുകൊണ്ടൊന്ന് കാണണം. അതിനുള്ള ഭാഗ്യം ലഭിക്കാത്ത ആൾക്കാർ ആനയുണ്ടെന്ന് കേട്ടു. അങ്ങനെ അവർ ആനയെ കാണാൻ പോയി. ആനയെ കാണാൻ പോയെന്ന് വെച്ചാൽ അവരെ കാണലിന് പോയി. അങ്ങനെ ഒരാള് ആനയെ അങ്ങ് പിടിച്ചപ്പോ അയാൾക്ക് കിട്ടിയത് അതിന്റെ കാലാണ്. അപ്പോൾ അയാൾ വിധിയെഴുതി ആന തൂണുപോലെയാണ്. അയാള് പറഞ്ഞത് ഉള്ളതാണ്. കാരണം അയാള് ആനന്റെ ആ ഭാഗയെ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ സ്പർശിച്ചിട്ടുള്ളൂ. ഉസ്താലിമാം റളിയല്ലാഹു അൻഹു പറയാം, വേറൊരാള് പിടിച്ചത് ആനയുടെ നമ്മുടെ തുമ്പിക്കൈയാണ്. അയാള് അതിനനുസരിച്ച് വിലയിരുത്തി. വേറൊരാള് പിടിച്ചത് ആനയുടെ ചെവിയാണ്. അയാൾ പറഞ്ഞു മുറം പോലെയാണ്. വേറൊരാള് പിടിച്ചത് ആനയുടെ വാലാണ്. അയാൾ പറഞ്ഞു ആന ചൂല് പോലെയാണെന്ന്. അപ്പോഴ് ഉസ്താലിമാം റളിയല്ലാഹു അൻഹു പറഞ്ഞ സാധുക്കൾ പറഞ്ഞത് എല്ലാം ശരിയാണ്, അവര് കണ്ടത് അത്രയേ ഉള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ അവരെന്ത് ചെയ്യാൻ പോയി? കണ്ണ് കാണുന്ന ഒരാൾ പറഞ്ഞു ആനയുടെ രൂപം വിശദീകരിച്ചപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവർ പറഞ്ഞു തെറ്റാണ്, കാരണം ആനയെ ഞങ്ങൾ കണ്ടതാണ്, അത് തൂണുപോലെയാണ്. അപ്പം മറ്റേ ഗ്രൂപ്പ് പറഞ്ഞു ആന തൂണുപോലെയല്ല, ചൂലുപോലെയാണ്. സംവാദങ്ങളും ഒക്കെ നടന്നു. അപ്പോഴീ കണ്ണ് കാണുന്ന ആൾക്കാർ ഇങ്ങനെ ചിരിക്കുക. ഇതേ അവസ്ഥയാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ നമ്മൾ കണ്ടുവരുന്നത്. ഒരാൾ നോക്കുമ്പോൾ കണ്ടു സിഹിർ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, ശിർക്കാണ്. കാരണം അയാൾ ഏതോ ഒരായത്തിന്റെ കണ്ടം കണ്ടു. അപ്പോഴ് വേറൊരാള് പറയാണ് സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ പുറത്തൊന്നും പോകില്ല, പക്ഷേ മുത്തുറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചാലാണ് പുറത്തു പോവാൻ. വേറൊരാള് പറഞ്ഞു അതുകൊണ്ട് എന്തായാലും പുറത്തു പോകും, പക്ഷേ ജിന്നിനെ വിളിച്ചാലും പുറത്തു പോകും. ഇങ്ങനെ ഓരോ ഭാഗവും കണ്ടപ്പോ ദീന് പറഞ്ഞു. പക്ഷേ മഹാന്മാരായ ഇമാമിങ്ങൾ ഈ ഖുർആനും ഹദീസും ഒന്നിച്ച് കണ്ടു. അവര് ദീന് പറഞ്ഞപ്പോൾ ഇമാമിങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫിൽ പോയാൽ അവിടുന്ന് ഹബീബിനെ വിളിക്കണേ. ഇമാമിങ്ങളൊക്കെ പറയാ. കാരണം എന്താ? അവര് എല്ലാം കണ്ടു. കഷ്ണം കഷ്ണം കണ്ട് വിലയിരുത്തുന്നത് വരും മുഴുവൻ കണ്ടു. അങ്ങനെയാണ് ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ചു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലങ്ങളെ ഖബർ ശരീഫിന്റെ സമീപത്ത് പോയാൽ പറയണം. എന്ത് പറയണം? അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഓ നബിയെ ഞാൻ അവിടുത്തെ സമീപത്തേക്ക് വന്ന്, ഓ നബിയെ അവിടുത്തേക്ക് സലാമുണ്ട്. വഖദ് ജഅതുക, ഓ നബിയെ ഞാൻ അവിടുത്തെ സമീപത്തേക്ക് വന്നത് മുസ്തഗ്ഫിറൻ മിൻ ദംബി, എന്റെ പാപങ്ങളിൽ നിന്ന് പാപമോചനം തേടിക്കൊണ്ടാണ്. മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി, അവിടുത്തോട് ശുപാർശയും തേടിക്കൊണ്ടാണ്. അങ്ങനെ പറയണമെന്ന് പഠിപ്പിച്ച ഇമാമിങ്ങളോ തഫ്സീറുകൾ എഴുതിയിട്ടുണ്ട്, ഹദീസിന് വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല സുന്നിയും മുജാഹിദും ജമാഅത്തും തബ്ലീഗാദി മുഴുവൻ കക്ഷികളും റഹ്മത്തുള്ളാഹി അലൈഹിം ഇമാമെന്നും വിളിച്ച് ആദരിക്കുന്ന മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത ഇമാമിങ്ങൾ പഠിപ്പിച്ചു ഹബീബ് തങ്ങളെ വിളിക്കണം. എവിടെയാണ് പഠിച്ചത്? വിലയിരുത്തലുകളിൽ നമ്മൾ അന്ധൻ ആനയെ കണ്ട പോലെയുള്ള വിലയിരുത്തലിലാണ് പിഴച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാര്, സ്നേഹിക്കുന്ന ആൾക്കാർ, നമ്മളൊക്കെ എല്ലാവരും ഇഖ്വാനികളാണ്, സഹോദരന്മാരാണ്. ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചത് കേട്ട് ഓരോ കഷ്ണങ്ങൾ കണ്ട് ആരൊക്കെയോ എഴുതി വെച്ചത് കണ്ട് തെറ്റിദ്ധരിച്ചു പോയതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മനസ്സ് തിരിക്കാതെ അവിടുത്തെ റൗളയിലേക്കൊന്നും പോവാതെ ഒരു മഹാനും ജീവിച്ചിട്ടില്ല. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും പ്രഗത്ഭനായ ഉസ്താദാണ് ഇമാം ദാരിമി റളിയല്ലാഹു അൻഹു. സ്വഹീഹ് മുസ്ലിം അല്ലേ നമ്മുടെ ഏറ്റവും വലിയ അവലംബ ഗ്രന്ഥം. ഇമാം ദാരിമി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ അധ്യായം കൊണ്ടുവന്നത് തന്നെ റസൂലുള്ളാഹി തങ്ങളെ അള്ളാഹു വഫാത്തിന് ശേഷം ബഹുമാനിച്ചതിൽ പറയുന്ന അധ്യായം എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്ന ഹദീസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. താബീങ്ങളായ ഒരുപറ്റം ആൾക്കാർ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു വെള്ളമില്ല, വരൾച്ചയാണ്, ആവലാതി പറഞ്ഞു. അപ്പം മഹദി ചെയ്തത് ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ ഖബർ ശരീഫിലേക്ക് ചെന്നിട്ട് അവിടുത്തെ ആ മൂടിയൊന്ന് മാറ്റിവെക്കാൻ പറഞ്ഞു. മുറാദ് ഹാസിലാകാൻ വേണ്ടി ഖബർ ശരീഫിലേക്ക്
പോവാൻ പറഞ്ഞത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നതും റിപ്പോർട്ട് ചെയ്യൽ മാത്രമല്ല, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു വഫാത്തിന് ശേഷം നൽകിയ മഹത്വമായി രേഖപ്പെടുത്തുന്നത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് ഇമാം ദാരിമി റളിയല്ലാഹു അൻഹു. സലഫിന്റെ ചര്യ പഠിക്കണം, സലഫിന്റെ ഗ്രന്ഥമാണത്. അതുപോലെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു സലഫല്ലേ. അവിടുന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് അവിടുന്ന് മദീനയിൽ കൂടെ നടക്കുമ്പോൾ ചെരുപ്പ് ധരിക്കാറില്ല, ഒട്ടകത്തിന്റെ മുകളിൽ സഞ്ചരിക്കാറില്ല. അപ്പൊ ചോദിച്ചു, എന്താണ് അദബം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഇപ്പൊ ചില ആൾക്ക് തോന്നും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെരുപ്പിട്ട് നടന്നിട്ടുണ്ടല്ലോ, അപ്പോ മാലിക് റളിയല്ലാഹു അൻഹു ചെയ്തത് ബിദ്അത്താണെന്ന് തോന്നുന്നവരുണ്ട്. മാലിക് റളിയല്ലാഹു അൻഹു പറയാം, ഞാൻ ഹദീസ് പറയുമ്പോ ഒന്നുമെടുത്ത് വായ ശുദ്ധീകരിച്ചിട്ടല്ലാതെ മിസ്വാക്ക് ചെയ്തിട്ടല്ലാതെ ഞാൻ പറയാറില്ല. അപ്പോൾ ചില ആൾക്ക് തോന്നും, ഓ ഹബീബ് റസൂലുള്ളാഹിനോട് അങ്ങനെ സ്നേഹം പ്രകടിപ്പിച്ചാൽ ബിദ്അത്താവുമല്ലോ. കാരണം എന്താ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിസ്വാക്ക് ചെയ്തിട്ട് ഒന്നുമെടുത്തിട്ട് ഹദീസ് പറഞ്ഞതായി ചരിത്രത്തിൽ കാണുന്നില്ലല്ലോ. പാവങ്ങൾ പെട്ടുപോയതാണ്. സലഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളറിയോ? സലഫിന്റെ ചര്യ അറിയോ? സലഫിന്റെ വാചകങ്ങൾ അറിയോ? ഇമാമിങ്ങൾ മുഴുവനും ഇമാം സുഫിയാൻ സൗരി ഷാഫി ഇമാമിന്റെ ഉസ്താദാണ്. ഹിജ്റ 200 വഫാത്തായ മഹാനാണ്. ഹിജ്റ 200 എത്തിയിട്ടില്ല, 200ന് മുമ്പ് വഫാത്തായ ആൾക്കാരുണ്ട്. ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിന്റെ ഉസ്താദാണ്. മഹാനായ ഷാഫി ഇമാം തർക്കമില്ലാത്ത ഇമാമാണ്. ഷാഫി ഇമാമിന്റെ ശിഷ്യൻ അഹമ്മദ് റളിയല്ലാഹു അൻഹു തർക്കമില്ലാത്ത ഇമാമാണ്. 10 ലക്ഷം ഹദീസ് മനപ്പാഠം പഠിച്ച പണ്ഡിതനാണെന്ന് ലോകം വാഴ്ത്തിയ ഇമാമാണ്. അവിടുന്ന് ബുഖാരി ഇമാമിന്റെ ഏറ്റവും പ്രസിദ്ധനായ ഉസ്താദാണ്. അവരൊക്കെ ഏകോപിച്ച് പറഞ്ഞൊരു വാചകമുണ്ട് മുസ്ലിമേ, ഇന്ദ ദിക്രി സ്വാലിഹീന തൻസിലുർ റഹ്മ. സ്വാലിഹീങ്ങളുടെ സ്വാലിഹീങ്ങളെ ഓർക്കുന്നിടത്ത് റഹ്മത്തിറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് സലഫ് പഠിപ്പിച്ചത്. ഞാൻ പറഞ്ഞ ഇമാമിങ്ങള് അവരെപ്പറ്റി മഹത്വം അറിഞ്ഞിരുന്നെങ്കിൽ ആരും ഓ എന്ന് ചോദിക്കുക പോലുമില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ മഹത്വം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ തീരൂല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം പറയാൻ വേണ്ടി ഇമാമിങ്ങൾ ഗ്രന്ഥരചന നടത്തിയപ്പോൾ ഷാഫി ഇമാമിന്റെ മഹത്വം പറയാൻ മാത്രം രേഖപ്പെടുത്തിയ ഗ്രന്ഥം നമ്മുടെ ഒരു ലൈബ്രറിയിൽ വെച്ചാൽ അത് ഫുള്ളാകാൻ മാത്രമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ആ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ പ്രതീക്ഷ ദിക്രി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളെ മദ്ഹ് പറയലാണ്. ഇമാം മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ കിതാബാണ് കിതാബുൽ സുഹദ്. അവിടുന്ന് മഹാനവർകൾ സ്വന്തം കിതാബിൽ രേഖപ്പെടുത്തുകയാണ്, ഇന്ദ ദിക്രി സ്വാലിഹീന തൻസിലുർ റഹ്മ. ഇപ്പൊ ഞാനത് പറയാൻ കാരണം റബീഉൽ അവ്വൽ അടുത്തു വരുമ്പോ ആൾക്കാർക്ക് സംശയങ്ങൾ കൂടുകയാണ്. അതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. ഞാൻ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അൽ ബിദായത്തു വന്നിഹായയിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ആദ്യമായി രേഖപ്പെടുത്തിയത് ഇബ്ലീസ് കരഞ്ഞ സന്ദർഭമാണ് മുത്തുനബിയുടെ ജന്മദിനമെന്ന് അവിടുത്തെ അൽ ബിദായത്തു വന്നിഹായയിൽ കാണാം. അത് ഇമാമിങ്ങളൊക്കെ പാടിയിട്ടുണ്ട്. അപ്പൊ ഇബ്ലീസ് കരഞ്ഞ ദിനത്തിൽ ആരെങ്കിലും കരയുന്നുണ്ടെങ്കിൽ അത് ഇബ്ലീസിന്റെ കൂടെ പോകാൻ അള്ളാഹു അങ്ങനെ ആക്കിക്കളഞ്ഞ് അള്ളാഹു അവരെ സലാമത്താക്കട്ടെ, രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ സഹോദരന്മാരാണ്, പെട്ടുപോയവർ അള്ളാഹു നന്നാക്കട്ടെ. അപ്പോഴ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം എന്ന് പറയുമ്പോൾ ഇബ്ലീസിന്റെ കൂടെ കൂടി കരയരുത് മക്കളെ. ഇമാമിങ്ങളൊക്കെ പറഞ്ഞത് കേട്ടാൽ, ഇമാമിങ്ങളൊക്കെ ഹബീബ് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയൽ മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച സ്വാലിഹീങ്ങളെ മദ്ഹ് പറയുന്നിടത്ത്, സ്വാലിഹീങ്ങളെ ഓർക്കുന്നിടത്ത് റഹ്മത്തിറങ്ങുമെന്നതിൽ മുസ്ലിം ലോകത്തൊരാൾക്കും തർക്കമില്ല. മുസ്ലിം ലോകത്തൊരു പണ്ഡിതനും തർക്കമില്ല. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ ശറഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് ഒരു മഹാന്റെ ചരിത്രം അങ്ങ് വന്നു. റിബി ഇബ്നു ഹിറാഷ് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ ചരിത്രം. അത് വന്നപ്പോൾ അവിടുത്തെ പറ്റി ഇമാം ബുഖാരി തങ്ങളൊക്കെ രേഖപ്പെടുത്തിയത് അവിടുന്ന് വഫാത്തിന് ശേഷം സംസാരിച്ചു. അങ്ങനെയുള്ള കറാമത്തുകളൊക്കെ രേഖപ്പെടുത്തിയപ്പോ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന് തോന്നി, ചില വിവരദോഷികൾ ഇത് വായിക്കുമ്പോൾ തോന്നും അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് തോന്നും. അപ്പോൾ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടെ രേഖപ്പെടുത്തിയത് വായിച്ചാൽ ഏതൊരു മുഅ്മിനും ചിന്തിച്ചു പോകും, ഓ മുഅ്മിനെ, ഇത് വായിക്കുന്ന ആളോട് ഞാൻ താക്കീതായി പറയുകയാണ്, വസിയത്തായി പറയുകയാണ്, ഈ ഒരൊറ്റ ഹർഫിനെയും നിങ്ങൾ നിഷേധിച്ചു പോകരുത്. എന്തേ അങ്ങനെ ഇമാമവർകൾ പറയാൻ കാരണം, മഹാനവർകൾക്ക് തോന്നി ഇത് വായിക്കുമ്പോ ചിലപ്പോൾ അല്പബുദ്ധികൾക്ക് തോന്നും അങ്ങനെയൊക്കെ ഉണ്ടാവോ.
അങ്ങനെയൊക്കെ ഉണ്ടാവോ, അങ്ങനെയൊക്കെ അള്ള കൊടുക്കുമോ എന്ന് തോന്നിപ്പോകും. അങ്ങനെ ഇത് നിഷേധിച്ചാൽ അതുകൊണ്ട് നിഷേധിക്കുമെന്ന് മഹാനവർകൾക്ക് തോന്നിയത് കൊണ്ടായിരിക്കാം മഹാനവർകൾ പറഞ്ഞു ഇത് വായിക്കുന്ന ഒരാളും ഇതിനെ നിഷേധിക്കരുത് എന്ന്. കാരണം എന്താണ്? ഹൗലായില്ലദീന, അക്കൂട്ടരാരാണെന്നറിയോ? അവരുടെ പേര് പറയുന്നിടത്ത് റഹ്മത്തിറങ്ങുന്ന കൂട്ടരാണവർ. അതുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി അവരെ നിഷേധിച്ചാൽ, അവരെ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നിഷേധിച്ചു പറഞ്ഞാൽ അവിടുത്തെ അന്ത്യം മോശമായി പോകുമെന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ ലോകപ്രശസ്ത ഗ്രന്ഥമായ ശറഹ് മുസ്ലിമിൽ പറയുന്നു. അപ്പോഴും ഒരാൾക്ക് സംശയം ഉണ്ടാവും, അത് നിങ്ങളെ നവവിയല്ലേ? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ നമ്മൾ അവഗണിച്ചുകൊണ്ട് ഒരു മുജാഹിദിനെ, ഞാൻ എല്ലാ മുജാഹിദുകളെയും സ്നേഹത്തോടെ വിളിക്കുകയാണ്, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലുള്ള ഇമാമിങ്ങളെ, ഇമാം ഇബ്നു സ്വലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലുള്ള ഇമാമിങ്ങളെ, ഇബ്നു അൽ അസ്ഖലാനി, ഇമാം സുയൂത്തി പോലുള്ള ഇമാമിങ്ങളെ അവഗണിച്ചുകൊണ്ട് ദീനിന്റെ ഒരു ഹർഫ് സംസാരിക്കാൻ ചങ്കൂറ്റമുള്ളവരുണ്ടെങ്കിൽ അവരെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. മക്കളെ, അതിന് കഴിയൂല. ഒരു ഹദീസ് സ്വഹിയാണെന്ന് പറയണമെങ്കിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ തഖ്രീബ് എടുത്തു നോക്കണം, ഇബ്നു സ്വലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖദ്ദിമ എടുത്തു നോക്കണം, ഹാഫിദ് ഹാക്കിം റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് എടുത്തു നോക്കണം, ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ തദ്രീബ് റാവി എടുത്തു നോക്കണം. അല്ലാതെ ഒരു ഹദീസിനെ പറ്റി ഒരു ഹർഫ് മിണ്ടാൻ കഴിയില്ല മക്കളെ. ആ ഇമാമിങ്ങളെയൊക്കെ മുശ്രിക്കാക്കിയിട്ട് നമ്മൾ എവിടെ പോകാനാണ്? അതുകൊണ്ട് തന്നെ ഞാൻ വിനയത്തോടെ സ്നേഹത്തോടെ വളരെ ആത്മാർത്ഥതയോടെ പറയുകയാണ്, നമ്മൾ ഇരുന്ന കൊമ്പ് മുറിക്കരുത്, നമ്മൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത്. കാരണം ദീൻ ഇവിടെ നിലനിൽക്കുന്നത് ഇമാമിങ്ങളിലൂടെ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നമ്മളാണ് ഈ ഖുർആനിനെ ഇറക്കിയത്, നമ്മൾ അതിനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞെടുത്ത് നിങ്ങൾ തഫ്സീർ നോക്കിയാൽ കാണാം. ഖുർആൻ ഒരു മാറ്റത്തിരുത്തലുമില്ലാതെ സംരക്ഷിക്കുമെന്നതിന് പുറമെ ഈ ദീനൊരു മാറ്റത്തിരുത്തലുമില്ലാതെ അവസാന കാലം വരെ സംരക്ഷിക്കപ്പെടും. ഓ സുഹൃത്തുക്കളെ, എങ്ങനെ സംരക്ഷിക്കപ്പെടും? നമ്മൾ മുത്തുനബിയെ കണ്ടിട്ടുണ്ടോ? ഒരു ഹദീസ് നമുക്ക് ലഭിക്കാൻ എന്ത് മാനദണ്ഡമാണുള്ളത്? നമ്മൾ ഇമാമിങ്ങൾ അവലംബിക്കണ്ടേ? ഇമാമിങ്ങൾ അവലംബിക്കുമ്പോൾ അവർ മിനിമം മുസ്ലിമാണെന്ന് അംഗീകരിക്കണ്ടേ? നിങ്ങളറിയോ, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു മഹാന്റെ ചരിത്രം പറയുമ്പോൾ നിങ്ങൾക്ക് തമാശ തോന്നും. അഹ്മദ് റളിയല്ലാഹു അൻഹു ആരാണെന്നറിയുമോ? 10 ലക്ഷം ഹദീസ് മനപ്പാഠം പഠിച്ച പണ്ഡിതൻ. മഹാനവറുകൾ പറയുകയാണ്, ഒരു മഹാന്റെ ചരിത്രം പറയുമ്പോൾ ഇന്ദദിക്രിഹിം, ആ മഹാനെ പറയുന്നിടത്ത് ആ മഹാനെ പറയുമ്പോൾ തൻസിലുൽ മതുറ, മഴ വർഷിക്കാറുണ്ട്. നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ഇമാമു ദാറുൽ ഹിജ്റ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ അറിയാത്തവർ ഈ ഇസ്ലാമിക വൈജ്ഞാന രംഗവുമായി ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടാവുമോ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദിന്റെ ഉസ്താദല്ലേ? മാലിക് റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിന്റെ ഉസ്താദല്ലേ? മാലിക് റളിയല്ലാഹു അൻഹു അബൂ അയ്യൂബ് അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയെ പറ്റി, അവിടുത്തെ മഹത്വം പറയുന്നിടത്ത് കാണാം. അവിടുത്തെ മഖ്ബറയെ പറ്റി പറയുകയാണ്, ആ നാട്ടുകാർ മഴയില്ലാതാവുമ്പോൾ അവിടുത്തെ മഖ്ബറയിൽ പോയാൽ മഴ ലഭിക്കാറുണ്ട്. നിങ്ങൾക്കറിയുമോ, ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു, മുജാഹിദ് എന്ന പേര് വെച്ച് സുഹൃത്തുക്കൾ നടക്കുമ്പോൾ മുൻഗാമികളായ സലഫിൽ ഒരു മുജാഹിദുണ്ട്. ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ ശിഷ്യനാണ്. ആ മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതറിയുമോ? അബൂ അയ്യൂബ് അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു സ്വഹാബിയല്ലേ? അവിടുന്ന് വഫാത്തായിട്ട് ഈ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്ന കാലം വളരെ 10-9 വർഷത്തിനുള്ളിലാണ്. ആ മഹാനവർകൾ പറയുകയാണ്, ആ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അബൂ അയ്യൂബ് അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയിൽ പോയിട്ട് ഉദ്ദേശം പറഞ്ഞാൽ പൂർത്തിയാകലാണ്, ആ ജനങ്ങൾക്ക് മഴ ലഭിക്കലാണ്. അതല്ലേ മക്കളെ സലഫിന്റെ ചര്യ? നിങ്ങൾ അറിയുമോ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വല്ലാതെ ബഹുമാനിച്ച സലഫിൽ പ്രധാനിയായ മുഹമ്മദ് ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ 26ഓളം സ്ഥലങ്ങളിൽ മഹാനവർകളിൽ നിന്ന് റിപ്പോർട്ട് ഹദീസുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ 19ഓളം സ്ഥലങ്ങളിലുണ്ട്. മഹാനവർകളെ മുശ്രിക്കാക്കിയിട്ട് നമ്മൾക്കൊരു ഒരു ഇസ്ലാമിന്റെ ഒരു പ്രമാണവും പറയാൻ പറ്റില്ല. ആ ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന് സമീപം പോയിട്ട് അവിടുത്തെ കവിൾത്തടം ഹബീബിന്റെ ഖബറിന് മേലെ വെക്കാറുണ്ട്. ഇത് കണ്ടപ്പോ ശിഷ്യന്മാർ ചോദിച്ചു, എന്താണ് ഉസ്താദേ? അപ്പം പറഞ്ഞു, ഞാൻ എന്ത് പ്രയാസം വന്നാലും
ഞാൻ എപ്പോഴും ഹബീബ് തങ്ങളുടെ ഖബറിന്റെ അടുത്ത് പോയി സഹായം ചോദിക്കലാണ്. ഹബീബ് റസൂലുള്ളാഹി നിങ്ങളെ ഖബറിന്റെ അടുത്ത് പോയി സഹായം ചോദിക്കലാണ്. അങ്ങനെ എനിക്ക് ആവശ്യങ്ങൾ വീട്ടപ്പെടാറുണ്ടെന്ന് പറഞ്ഞ ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹുവിനെ മുശ്രിക്കാക്കിയാൽ ബുഖാരി ഇല്ല മക്കളെ. ബുഖാരി സ്വീകരിക്കണമെങ്കിൽ ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു മഹാനാകണം. ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു ചെയ്ത പ്രവർത്തനം ശിർക്കാക്കിയിട്ട് ബുഖാരി സ്വീകരിക്കാൻ കഴിയില്ല, മുസ്ലിം സ്വീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ പറയുകയാണ്, എന്റെ വാപ്പയുടെ കയ്യിൽ ഒരാള് ഒരു പണക്കിഴി ജിഹാദിന് പോകുമ്പോൾ ഏൽപ്പിച്ചു. അങ്ങനെ തിരിച്ചു വന്നിട്ട് തന്നാ മതി, അതിന്റെ അടുക്ക് വല്ല ആവശ്യവും വന്നാൽ നിങ്ങളെടുത്ത് ചെലവഴിച്ചോ, ഞാൻ വന്നിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ അങ്ങ് പോയപ്പോ നാട്ടിൽ വല്ലാത്ത വരൾച്ച വന്നു. അപ്പോ ഒരു മസ്ലഹത്തിന് വേണ്ടി അത് ചെലവഴിച്ച് ക്യാഷ് തീർന്നപ്പോഴാണ് ഈ ചെറുപ്പക്കാരൻ വന്നത്. അപ്പോഴും നാളെ തരാമെന്ന് പറഞ്ഞു. പക്ഷെ എവിടുന്ന് കിട്ടുമെന്നറിയില്ല. മഹാനവറുകൾ ചെയ്ത പണി അറിയോ? മഹാനവറുകൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ സമീപത്ത് പോയി വല്ലാതു അഭയം തേടി. എന്തിനോട്? ഖബറിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന് സമീപം പോയി ഖബറിലുള്ള ഹബീബിനോട് അഭയം തേടി. അങ്ങനെ അവിടുന്ന് അങ്ങനെ നിൽക്കുമ്പോൾ മഹാനവറുകൾ പറയുകയാണ്, ഞാൻ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരു ഇരുട്ടിൽ നിന്ന് ഒരാൾ എനിക്ക് ഒരു പണക്കിഴി നീട്ടി തന്നു. ഞാനത് വാങ്ങി നോക്കുമ്പോൾ 80 ദീനാറുണ്ട്. ഈ ചെറുപ്പക്കാരനെ ഏൽപ്പിച്ച അതേ സംഖ്യ. അങ്ങനെ അത് കൊടുത്തു എന്നാണ് സലഫിൽപ്പെട്ട പ്രഭുവനായ ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത്. അങ്ങനെ പറഞ്ഞുപോയാൽ എത്രയോ പറയാനുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആർക്കെങ്കിലും തർക്കമുണ്ടോ? മഹാനവറുകളുടെ മഹത്വത്തിന് ആർക്കെങ്കിലും തർക്കമുണ്ടോ? മഹാനവറുകൾ കൂഫയിൽ ജീവിച്ചപ്പോ അവിടെ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയിൽ എപ്പോഴും പോകാറുണ്ടെന്ന് മഹാനവറുകൾ പറയുന്നു. അവിടെ ഞാനൊരു കാര്യം കൂടി പറയുകയാണ്. എന്നോട് ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഷാഫി മദ്ഹബ് എന്ന് വെച്ചാൽ ഖബറിന്റെ അടുത്ത് പോകല് തെറ്റാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷാഫി ഇമാമ് പറഞ്ഞിട്ടുണ്ട് പോലും ഖബർ ബഹുമാനിക്കരുത്. അതുപോലെ നവവി ഇമാമ് പറഞ്ഞിട്ടുണ്ട് പോലും ഖബർ ബഹുമാനിക്കരുത്. ഇബ്നു ഹൈതം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് പോലും ഖബർ ബഹുമാനിക്കരുത്. ഇന്നാലില്ലാഹ്, അങ്ങനെ ഒരു സംഭവമില്ല. ഞാനീ പറയുന്ന ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ ഷാഫി മദ്ഹബ് എന്താണെന്ന് മനസ്സിലാകും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഞാൻ പറയുകയാണ്. അവിടെ ഒന്ന് മനസ്സിലാക്കി വെച്ചോ. ഷാഫി മദ്ഹബ് ഏറ്റവും ആധികാരികമായി പറയാൻ ആധികാരിക പതിവുള്ള പണ്ഡിതനായ ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് ഷാഫി മദ്ഹബിൽ ഇന്നൊരു ഫത്വ കൊടുക്കണമെങ്കിൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെതിരെ റംലി ഇമാമിനെതിരെ ഫത്വ കൊടുത്തുകൂടാ. അതാണ് ഷാഫി മദ്ഹബ്. അതിന് മുന്നോട്ട് പോയാൽ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനും ഇമാം റാഫി ഇമാമിനും എതിരെ ഫത്വ കൊടുത്തുകൂടാ. ആ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഒരു കിതാബ് എഴുതി. ആ കിതാബിന്റെ പേരെന്താണെന്നറിയോ? ഖൈറാത്തുൽ ഹിസാൻ ഫീ മനാഖിബി അബീ ഹനീഫത്തിൻ നുഅ്മാൻ. അബൂ ഹനീഫ അവന്റെ മനാഖിബ് പറയാൻ, മഹത്വം പറയാൻ ഒരു കിതാബ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, സുന്നി മുജാഹിദ് പോലെയല്ല മദ്ഹബുകൾ, അതുപോലെ തർക്കങ്ങളല്ല മദ്ഹബുകൾ. കാരണം ഷാഫി മദ്ഹബിൽ മുഫ്തിയായ, ഷാഫി മദ്ഹബിലെ ഇമാമായ ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥത്തിന്റെ പേരെന്താ? ഖൈറാത്തുൽ ഹിസാൻ ഫീ മനാഖിബി അബീ ഹനീഫത്തിൻ നുഅ്മാൻ. അബൂ ഹനീഫ ഇമാമിന്റെ മഹത്വം പറയാൻ, ആരെങ്കിലും എതിരാളികളുടെ മഹത്വം പറയാൻ കിതാബ് എഴുതുവോ? ഞാൻ ചോദിച്ചോട്ടെ, ചെറുശ്ശേരി ഉസ്താദിന്റെ മഹത്വം പറയാൻ മുജാഹിദ് കിതാബ് എഴുതുവോ? മുജാഹിദിന്റെ എ പി അബ്ദുൽ ഖാദർ മൗലവിന്റെ മഹത്വം പറയാൻ ചെറുശ്ശേരി ഉസ്താദ് കിതാബ് എഴുതുവോ? ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാവൂലേ? അപ്പോഴവരൊക്കെ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടുമാണ്. പക്ഷേ സ്വഹാബികൾക്കിടയിൽ വീക്ഷണ വ്യത്യാസങ്ങളുള്ളതുപോലെ അള്ളാഹു നിശ്ചയിച്ചതും അള്ളാഹു റഹ്മത്താക്കിയതുമായ വീക്ഷണ വ്യത്യാസങ്ങൾ അതിന് അനുയോജ്യമായ വിഷയങ്ങളിൽ അള്ളാഹു അനുവദിച്ച വിഷയങ്ങളിലുണ്ട് എന്നേ ഉള്ളൂ. ആ ഇമാം അബൂ ഹനീഫ ഇമാമിന്റെ മഹത്വം പറയുന്നിടത്തൊരു അധ്യായം കൊടുത്തു. എന്തിനധ്യായം? മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം പറയാൻ വേണ്ടി കൊണ്ടുവന്ന കിതാബിലൊരു അധ്യായം. എന്താണ് അധ്യായം എന്നറിയോ? മഹാനവറുകൾ വഫാത്തായപ്പോൾ അവിടുത്തെ ഖബർ കൊണ്ട് ആലിമീങ്ങളും പണ്ഡിതന്മാരും സ്വാലിഹീങ്ങളും അവിടുത്തെ ഖബർ കൊണ്ട് ബർക്കത്തെടുക്കാറുണ്ട്. അവിടുത്തെ ഖബർ ഒരു നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന്റെ ഒരു മഹലാണ്, ഒരു സ്ഥാനമാണ് എന്ന് പറയാൻ വേണ്ടി ഒരു കിതാബിൽ ഒരു അധ്യായം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു
ഖബറിന്റെ അടുത്ത് ബർക്കത്ത് ഉദ്ദേശിച്ചോ ആശയപൂർത്തീകരണം ഉദ്ദേശിച്ചോ പോകൽ തെറ്റാണെന്ന് പറയുമോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അധ്യായം കൊണ്ടുവരുമോ? അങ്ങനെ ആ അധ്യായത്തിൽ കാണാം മഹാനായ ഒരുപാട് ഇമാമിങ്ങൾ ഷാഫി ഇമാമിന്റെ ഖബർ കൊണ്ട് അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയിൽ പോയി മുറാദ് ഹാസിലാകാൻ വേണ്ടി എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. എന്നു മാത്രമല്ല ദുആ ചെയ്യാറുള്ളത് കൊണ്ട് അവർ അവിടത്തേക്കൊക്കെ മുറാദ് ഹാസിലാകാറുണ്ട് എന്ന് പറഞ്ഞിട്ട് മഹാനഗർ പറയുന്ന വാചകം വമിൻഹും, ആ മഹാന്മാരിൽപ്പെട്ടവരാണ് ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മുടെ ഇമാമായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. കാരണം മഹാനവർകൾ പറയാറുണ്ട്, ഞാൻ എന്ത് വിഷമം വന്നാലും ഞാൻ ഈ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയിൽ പോകും. എന്നിട്ട് അവിടെ വെച്ച് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അതിന്റെ സമീപത്ത് വെച്ച് നിസ്കരിച്ചിട്ട് ആ ഖബറിന് സമീപത്ത് പോയി ഇന്നീല അതബറകു, ഞാൻ ബർക്കത്തെടുക്കാറുണ്ട് ബി ഖബരി അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കൊണ്ട് ഞാൻ ബർക്കത്തെടുക്കാറുണ്ട്. എന്നിട്ട് മഹാനവർകളെ തവസ്സുലാക്കി അങ്ങ് ദുആ ചെയ്താൽ എന്റെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കാറുണ്ടെന്ന് രേഖപ്പെടുത്തുന്നത് മറ്റു പല ഇമാമിങ്ങളും രേഖപ്പെടുത്തി. പക്ഷേ ഷാഫി മദ്ഹബ് മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് എന്താണെന്ന് ആധികാരിക ശബ്ദമായ ഇമാം ഇബ്നുൽ ഹൈതം റളിയല്ലാഹു അൻഹു പറയാണ്, ഷാഫി ഇമാം അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ പറഞ്ഞ ഷാഫി ഇമാം ബർക്കത്തെടുക്കാൻ വേണ്ടി മക്ബറയിൽ പോകുന്നതിനെ വിരോധിക്കുമോ? അതുപോലെ അത്തരമൊരു അതിന്റെ സൂചന ഉണ്ടാകുമോ കിതാബിൽ? പിന്നെ ഷാഫി മദ്ഹബ് പറയാൻ ആധികാരിക പതിവുള്ള പണ്ഡിതൻ ആരാണ്? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളല്ലേ. മഹാനവർകൾ പറഞ്ഞതെന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ബറയിൽ പോയിട്ട് അവിടുത്തോട് ശുപാർശ തേടണമെന്ന് പുണ്യകർമ്മമായി പഠിപ്പിച്ചതല്ലേ. വേറൊരു ഇമാമാണ് ഇമാം റാഫി റളിയല്ലാഹു അൻഹു, ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രഗത്ഭരായ പിൽക്കാലക്കാരിൽ ഇമാമൈനി, ആ ശൈഖൈനിയായ 2 ഇമാമുകൾ. ആ ഇമാമിങ്ങൾ അവലംബിച്ചുകൊണ്ടല്ലാതെ ഷാഫി മദ്ഹബില്ല. ആ ഇമാം റാഫി റളിയല്ലാഹു അൻഹുവിന് ഒരു കിതാബുണ്ട്, അത്തദ്വീൻ ഫി അഖ്ബാരിൽ ഖസ്വീൻ. അതൊരു വട്ടം വായിച്ചു നോക്കിയാൽ അതിൽ ഡസൻകണക്കിന് സംഭവങ്ങളാണ് മുത്തുനബിയോട് ശുപാർശ തേടിയത്, ഇസ്തിഗാസ ചെയ്തത്, ഖബർ കൊണ്ട് ബർക്കത്തെടുത്തത്, ഖബറിലുള്ള മഹാന്മാരോട് സഹായം തേടിയത് എന്ന് മാത്രമല്ല ഏറ്റവും രസകരമായ ഒരു സംഭവം ഞാൻ മഹാനവറുൽ കിതാബിൽ നിന്ന് ഉദ്ധരിച്ചു പറയട്ടെ. മഹാനവറുകൾ പറയുകയാണ്, നമ്മുടെ സലഫിൽപ്പെട്ട മുൻഗാമികളിൽപ്പെട്ട ഹദീസ് നിരൂപണ ശാസ്ത്രത്തിൽ അഗ്രഗണ്യനായ ഇമാം അബൂ ഹാത്തമുർ റാസി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം. മഹാനവർകൾ പറയുകയാണ്, ഞാൻ എന്റെ ഉപ്പയുടെ കൂടെ ഖസ്വീനിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോഴൊരു ചെറുപ്പക്കാരൻ ഭ്രാന്താണ്, മാനസിക രോഗമാണ്, ആകെ പ്രയാസത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് ചങ്ങലക്കിട്ടിരിക്കുകയാണ്, പ്രയാസത്തിലാണ്. അപ്പോൾ ഉപ്പ ഇതിങ്ങനെ കണ്ടപ്പോ ഞങ്ങൾക്ക് സങ്കടം തോന്നി. അപ്പോൾ ഉപ്പ പറഞ്ഞു, എന്നോട് ഉസ്താദുമാര് പറഞ്ഞിട്ടുണ്ട്, ചില മഹാന്മാരുടെ പേരുകൾ പറഞ്ഞിട്ട് ഒരു മാനസിക രോഗിയിലേക്ക് അങ്ങ് ഊടിയാൽ, മാനസിക രോഗി മൂലങ്ങ് പറഞ്ഞാൽ ആ മാനസിക രോഗം സുഖപ്പെടുമെന്ന് എന്നോട് ഉസ്താദുമാര് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും മെന്നാന്നുള്ള ചരിത്രമല്ല, ഹിജ്റ 300 മുമ്പുള്ള ചരിത്രങ്ങളാണ്. അപ്പൊ മഹാനവർകൾ അതോർത്തപ്പോ അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാന്മാരായ ഇമാമിങ്ങളുടെ പേരുകൾ പറഞ്ഞു തീരേണ്ട താമസം, പറഞ്ഞയാളിലേക്ക് ഊതേണ്ട താമസം, അയാൾ രോഗശമനം ലഭിച്ചു, ഭ്രാന്ത് മാറിപ്പോയി എന്ന് രേഖപ്പെടുത്തുന്നത് ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രഗത്ഭനായ കിതാബ് എഴുതിയ ഏറ്റവും പ്രഗത്ഭനായ ഇമാം റാഫി റളിയല്ലാഹു അൻഹു ആണ്. പോരാ, നമ്മുടെ സുന്നിയും മുജാഹിദും ജമാഅത്തും തബ്ലീഗാദികളും എല്ലാവരും പറയുന്നു, നമുക്ക് സിഹാഹു സിത്തയുണ്ട്, 6 ഹദീസിന്റെ കിതാബുണ്ട്. ആ 6 ഹദീസിന്റെ കിതാബിൽപ്പെട്ട ഒരു കിതാബാണ് ഇബ്നു മാജ. ഈ ഇബ്നു മാജയിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ തുടക്കത്തിൽ തന്നെ കാണാം, ഒരു ഹദീസ് പറയുന്നിടത്ത് പറഞ്ഞു, എന്നോട് അബുസ്വലത്ത് പറഞ്ഞു, അഥവാ എന്റെ ഉസ്താദ് പറഞ്ഞു, ഈ ഹദീസിന്റെ സനദ് വായിച്ചിട്ട് ഒരു രോഗിയുടെ അല്ലെങ്കിൽ ഒരു മാനസിക രോഗിയുടെ മുഖത്തെ കൂതിയാൽ അദ്ദേഹത്തിന്റെ രോഗം സുഖപ്പെടുമെന്ന് രേഖപ്പെടുത്തപ്പെട്ട കിതാബാണ് ഇബ്നു മാജ. ആ കിതാബല്ലേ മുജാഹിദെ നമ്മുടെ അവലംബം? ആ കിതാബല്ലേ നമ്മളുടെ അവലംബം? നമുക്ക് ഇമാം മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിനെ അവലംബമാക്കിയിട്ടല്ലാതെ മതം പറയാൻ കഴിയുമോ? ലോകത്ത് ഏറ്റവും അധികം ഹദീസ് ക്രോഡീകരിക്കപ്പെട്ട ഏറ്റവും ആധികാരിക ഗ്രന്ഥമെന്ന് ഇമാമിങ്ങൾ വിശേഷിപ്പിച്ച
ഗ്രന്ഥമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ മുസ്നദ്. ഞാൻ പറഞ്ഞു പോകുമ്പോൾ ഒരു ഏരിയയിൽ വല്ലാതെ പറഞ്ഞു പോകുന്നത് ചില ആൾക്കാരുടെ സംസാരങ്ങൾ കേട്ട വിഷമം കൊണ്ടാണ്. അപ്പം അഹമ്മദ് റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിക്കാതെ നമുക്ക് ഇസ്ലാമുണ്ടോ? ഈ അഹമ്മദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ച ഹദീസല്ലേ മുജാഹിദുകളെ, നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ അൽമനാർ എന്നെടുത്ത് വായിച്ചു നോക്കുമ്പോൾ കാണാം ഹദീസ് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ അഹമ്മദ്, ബ്രാക്കറ്റിൽ നസായി, ബ്രാക്കറ്റിൽ ഇബ്നു മാജ, ബ്രാക്കറ്റിൽ തഫ്സീർ എഴുതിയാൽ അതിന്റെ ബ്രാക്കറ്റിൽ കാണും റാസി, ഖുർത്തുബി. ഇതൊക്കെ ഇമാമിങ്ങളുടെ പേരല്ലേ? ഇവരവലംബിച്ചല്ലേ നമ്മൾ അൽമനാർ നിലനിൽക്കുന്നത്? ഇവരവലംബിച്ചല്ലേ നമ്മളെ മതം നിലനിൽക്കുന്നത്? അപ്പൊ ആ അഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയുമോ? സ്വന്തം മകനായ അബ്ദുല്ലാഹിബ്നു അഹ്മദ് റളിയല്ലാഹു അൻഹു സ്വന്തം രേഖപ്പെടുത്തി. ലോകത്ത് തർക്കമില്ലാത്ത ചരിത്രം. അഹമ്മദ് റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോയി, 5 പ്രാവശ്യം ഹജ്ജിന് പോയിട്ടുണ്ട്. അതിലൊരു പ്രാവശ്യം നടന്ന് ഹജ്ജിന് പോകുമ്പോൾ വഴിതെറ്റി. അപ്പോ അഹമ്മദ് റളിയല്ലാഹു അൻഹു തൗഹീദും ശിർക്കും അറിയുന്ന ആളല്ലേ? വിജനപ്രദേശത്ത് വെച്ച് അള്ളാഹു അല്ലാത്തവർ വിളിച്ചാൽ ശിർക്കാവുമെങ്കിൽ അതറിയേണ്ടത് അഹമ്മദ് റളിയല്ലാഹു അൻഹു അല്ലേ സഹോദരന്മാരെ? ആ അഹമ്മദ് റളിയല്ലാഹു അൻഹു വിളിച്ചു യാ ഇബാദല്ലാഹ്, യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാൽ എന്താണെന്നറിയോ? യാ അബ്ദുൽ ഖാദിർ എന്ന് വിളിച്ചാൽ അതേ അർത്ഥമല്ലേ? പക്ഷെ അബ്ദുൽ ഖാദിർ എന്ന് പറഞ്ഞാൽ ഒരാളാ, ഇബാദല്ലാഹ് എന്ന് വെച്ചാൽ കുറെ ആളാ. യാ ശൈഖ് അബ്ദുൽ ഖാദിർ എന്ന് വിളിച്ചാൽ ശിർക്കാവെങ്കിൽ അവിടെ നിങ്ങൾ അർത്ഥം അറിയാഞ്ഞിട്ടാണ്. അബ്ദു അടിമ, അൽ ഖാദിർ, അൽ ഖാദിറായ അള്ളാന്റെ അടിമ. യാ ഇബാദല്ലാഹ്, ഓ അള്ളാന്റെ അടിമകളെ. 2 വിളിയും തുല്യമല്ലേ? അപ്പൊ യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചിട്ട് പറയാണ് ദുല്ലൂനി അല ത്വരീഖ്, എന്നെ വഴിയിലെത്തിച്ചു തരണേ. വിജനപ്രദേശത്ത് അള്ളാഹു പോരെ എന്ന് അറിയാത്ത ആളാണോ അഹമ്മദ് റളിയല്ലാഹു അൻഹു? അള്ളാഹു തന്നെയാണ് അവിടെയും സഹായിക്കുക. എല്ലാ സ്ഥലത്തും അള്ളാഹു മതി. നിങ്ങൾ പറയുന്ന പോലെ ഭൗതികം അഭൗതികം എന്ന വ്യത്യാസമില്ല കേട്ടോ. അള്ളാഹു മതി, എല്ലാറ്റിനും മതി. പക്ഷെ അള്ളാഹു വെച്ച സംവിധാനം സ്വീകരിക്കൽ അള്ളാഹുവിനെ സ്വീകരിക്കലാണ്. അപ്പൊ അള്ളാഹുവിന്റെ സംവിധാനം സ്വീകരിക്കുന്നത് അള്ളാഹുവിന്റെ ആ സംവിധാനത്തെ തൃപ്തിപ്പെടലാണ്. അങ്ങനെ അഹമ്മദ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞപ്പോ വഴിയിലെത്തി എന്ന് രേഖപ്പെടുത്തപ്പെട്ട ആ മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മുസ്ലിമായിട്ട് അംഗീകരിക്കാത്ത എന്ത് മുസ്ലിമാണ് മക്കളെ നിങ്ങൾ? ആ അഹമ്മദ് റളിയല്ലാഹു അൻഹു മുസ്ലിം അല്ലെങ്കിൽ പിന്നെ എന്ത് മുസ്ലിമാ നമ്മള്? നമുക്ക് മുസ്ലിം ആവണമെങ്കിൽ, മുസ്ലിമായി ജീവിക്കണമെങ്കിൽ അഹമ്മദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടേ? ആ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കിതാബാണ് അൽ ഇലൽ വ മഅരിഫത്തുർ റിജാൽ. ആ കിതാബിൽ കാണാം അവിടുത്തെ മകൻ പറയുകയാണ്, ഉപ്പയോടൊരാൾ ചോദിച്ചു, ചില ആൾക്കാര്, ചില മനുഷ്യന്മാരെന്ത് ചെയ്യുന്നു? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പർ പോയി തൊട്ടുമുത്തുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട സമദ് സാഹിബ് വേദിയിലേക്ക് വരുന്നുണ്ട്. ഞാനിതാ പ്രസംഗം നിർത്തുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അഹമ്മദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദ്യം. എന്താ ചോദ്യം? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ മിമ്പർ ചില ആള് തൊട്ടുമുത്തുന്നു. ആരെ ചില ആളെന്നറിയോ? സലഫിന്റെ കാലത്തുള്ളവരാണ് കേട്ടോ. അതുപോലെ ഹബീബ് തങ്ങളുടെ ഖബറ് തൊട്ടുമുത്തുന്നു. എന്നിട്ട് അവർ ഉദ്ദേശിക്കുന്നതോ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഉദ്ദേശിക്കുന്നു. അതിനെപ്പറ്റി ചോദ്യം വന്നപ്പോൾ അഹമ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് യാതൊരു കുഴപ്പവുമില്ല, അതിന് യാതൊരു കുഴപ്പവുമില്ല എന്ന് രേഖപ്പെടുത്തിയ അഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് വെച്ച് മതം പറയുന്നവർ അഹമ്മദ് റളിയല്ലാഹു അൻഹു അഹമ്മദ് റളിയല്ലാഹു അൻഹുവിനെ മുസ്ലിമായിട്ട് അംഗീകരിക്കണമെന്നത് ഒരു ന്യായമായ നമ്മുടെ അഭ്യർത്ഥനയല്ലേ? അഹമ്മദ് റളിയല്ലാഹു അൻഹുവിനെ മുശ്രിക്കാക്കിയിട്ട് കാഫിറാക്കിയിട്ട് പിന്നെ എന്തിനാ അഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് എടുത്തിട്ട് എന്ന് മാത്രമല്ല, പേര് പറയുമ്പോൾ ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയും. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോ
ഈ ഇമാമിങ്ങളെ അവലംബിക്കാതെ ഒരു ഖുർആനുമില്ല, ഹദീസുമില്ല, ഇജ്മാവുമില്ല, ഖിയാസുമില്ല, ഈ തഫ്സീറുമില്ല, ഒന്നുമില്ല. ഇതൊക്കെ ഇമാമിങ്ങളെ അവലംബിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഖുർആൻ ഒരുപക്ഷെ മുതവാത്തിറായിട്ട് ആ ഗ്രന്ഥം നമുക്ക് കിട്ടിയെന്നത് മാറ്റിവെച്ചാൽ അതിന്റെ ഖിറാഅത്ത് അടക്കം, അതിന്റെ തഫ്സീർ അടക്കം, അതിന്റെ എല്ലാ വിവരങ്ങളും ഇമാമിങ്ങൾ അവലംബിച്ചാണ്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് ഒരു ആയത്ത് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അഹമ്മദ് റളിയല്ലാഹുവിന്റെ ചരിത്രമൊക്കെ പറഞ്ഞത് അഹമ്മദ് റളിയല്ലാഹുവിനെ പോലുള്ള ഇമാമിങ്ങളെ അവലംബിച്ചാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് ഇരുന്ന കൊമ്പ് വെട്ടരുത്. കാരണം അഹമ്മദ് റളിയല്ലാഹു മുശ്രിക്കാക്കിയാൽ ഇസ്ലാം തകർന്നു. നിങ്ങൾക്ക് ഇതിനൊക്കെ നല്ല സുഖം കിട്ടുന്നത് നിങ്ങളെ വായന അൽമനാറിൽ ഒതുങ്ങുന്നതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു കിതാബ് കണ്ടു. ഇമാം റാസി റളിയല്ലാഹു അൻഹു ക്രിസ്ത്യാനികൾക്ക് ഖണ്ഡനം എഴുതിയ ഒരു കിതാബ്. അപ്പോൾ അതിൽ ക്രിസ്ത്യാനികൾ ഉന്നയിച്ചൊരു വാദമാണ് നിങ്ങളിപ്പോൾ ഉന്നയിക്കുന്നത്. നിങ്ങൾക്ക് പിന്നെ അൽമനാറ് മാത്രം വായിക്കുന്നതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അറിയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഞങ്ങൾക്ക് അതൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ട്. ദീൻ ഇവിടെ നിലനിർത്തൽ ഞങ്ങളുടെ ബാധ്യതയാണ്. അപ്പൊ റാസി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇവര് പറഞ്ഞെന്താന്നോ, നിങ്ങളെ പ്രമാണങ്ങൾ എന്താ ഉള്ളത് ഒക്കെ ആ കാഫിര്യങ്ങളിലൂടെയും മറ്റല്ലേ മഹാന്മാരിലൂടെ അല്ലല്ലോ എന്നാ അവര് പറഞ്ഞത്. അപ്പൊ റാസി ഇമാം റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറഞ്ഞത് നമ്മുടെ മഹാന്മാരെ മഹത്വമാണ്. അതുപോലെ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ക്രിസ്ത്യാനികളെ ഖണ്ഡിച്ചൊരു കിതാബുണ്ട്, അൽ അലാം. ആ കിതാബില് ക്രിസ്ത്യാനികളൊരു വാദമാണ്, നിങ്ങളെ മുഅ്ജിസത്ത് ഇങ്ങനെ ഉണ്ട് എന്ന് മുതവാത്തിറായി സ്ഥിരപ്പെട്ടത് കുറച്ചല്ലേ ഉള്ളൂ, അങ്ങനെ ഇങ്ങനെ പല അവരെ ഔഹാമുകളൊക്കെ അവരെ വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോ ഖുർത്തുബി റളിയല്ലാഹു അൻഹു മറുപടി പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഇനി എല്ലാം പോട്ടെ, ഒന്നുമില്ല എന്ന് വെക്കുക, മുഅ്ജിസത്തൊന്നും ബാക്കിയില്ല എന്നൊക്കെ വെച്ചോ. നിങ്ങൾക്കറിയില്ലേ ഈ മഅറൂഫുൽ ഖർഹിയുടെ ഖബറില്ലേ, ആ ഖബറിനെ പറ്റി ആ നാട്ടുകാർ പറയുന്നത് ആ തിരിയാഖുൻ മുജറബുൻ എന്നല്ലേ. അത് അവിടെ പോയാല് എന്താണ് എല്ലാ രോഗത്തിനും ചികിത്സയാണ് എന്നല്ലേ പറയുന്നത്. അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് തർക്കമില്ലാതെ സ്ഥിരപ്പെട്ടതല്ലേ. ആ ഒരൊറ്റ മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന് സമീപത്തുള്ള അത്ഭുതങ്ങൾ മാത്രം പോരെ നിങ്ങളെ വാദത്തിന് ഖണ്ഡനം എന്നാണ് ആരെ ഖുർത്തുബി എന്നറിയോ? ഇവരെ അൽമനാറൊക്കെ വായിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചു നോക്കിയാൽ വായിക്കുമ്പോ തഫ്സീർ അൽ ജാമിഉൽ ബയാൻ ജാമിഉൽ അഹ്കാമുൽ ഖുർആൻ എന്താണ് ഖുർത്തുബി പറഞ്ഞിരിക്കുന്നു എന്ന് പറയും. ആ ഖുർത്തുബി, ആ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്ഥിരപ്പെടുത്താൻ പറഞ്ഞെന്താണെന്നറിയോ? മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുടെ മഹത്ത. ഞാൻ പറഞ്ഞെന്തായിരുന്നു? ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യം, ഞങ്ങൾ ഈസാ നബി ആകാശത്തല്ലേ, നിങ്ങള് നബി ഞങ്ങള് എന്താണ് നിങ്ങൾ ഖബറിലല്ലേ ഉള്ളതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ബർക്കത്തെടുക്കാൻ സൗകര്യം കിട്ടിയെന്ന് ചോദിച്ചത്. എന്ത് ഞങ്ങൾക്ക് പോയിട്ട് ആവലാതി പറയാൻ ഇപ്പോഴും ഇല്ലേ മുത്തുനബി ഞങ്ങൾ കണ്ടുണ്ട് പോല്?
അത് അള്ളാഹ് ചെയ്ത അനുഗ്രഹമല്ലേ എന്നാ ചോദിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്കിതൊന്നും അറിയാത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പണ്ട് ഒരാൾ നീണ്ടുപോയി, ഞാൻ പറയുന്നില്ല. അപ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കൾക്ക് നമ്മൾ 5 നേരം നിസ്കരിക്കണമെന്ന് ഖുർആനിൽ പറഞ്ഞാൽ ആർക്കും തർക്കമൊന്നുമില്ലല്ലോ. ആർക്കും തർക്കം ഉണ്ടാവും? 5 നേരം നിസ്കരിക്കണമെന്ന് ഖുർആനിൽ പറയല്ലോ. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നോട് ഒരാൾ ചോദിച്ചു, 5 നേരം നിസ്കരിക്കണം നിങ്ങളെ ഖുർആനിൽ ഏതാ തെളിവ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്, മുഫസ്സിരീങ്ങളുടെ നേതാവാണ്. അങ്ങനെ ആയതെന്താന്ന് നിങ്ങള് മുത്തുനബി തലേ കൈവച്ച് ബർക്കത്ത് കൊടുത്തോണ്ട്. കാരണം ഒരുപാട് സ്വഹാബികളില്ലേ, ഇവർക്ക് മാത്രം പ്രത്യേകത കിട്ടിയെന്താ? മുത്തുനബി തലേ കൈവച്ച് പറഞ്ഞു, ദുആ ചെയ്തു കൊടുത്ത്. അതുകൊണ്ട് മഹാന്മാരെടുത്ത് ദുആ ചെയ്യിക്കാൻ കൊണ്ടുപോകണമെന്നൊക്കെ അതിന്റെ ശറഹില് വിശദീകരണത്തിൽ ഇമാമിങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് എന്തോ ആയിക്കോട്ടെ. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓതിയ ആയത്ത് മാത്രം പറഞ്ഞ് നിർത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർളി വഅശിയൻ വഹീന തുദ്ഹിറൂൻ. റൂം 17. സാധാരണ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ചില ആൾക്കാർ പ്രസംഗം കേട്ടാൽ അങ്കബൂത്ത് 18, റൂം 17, അതുപോലെ ഈ അൽബക്കറ 28 എന്നൊക്കെ ഇങ്ങനെ കേൾക്കും. എന്താ അൻസാർ മാഷ് പറഞ്ഞത് കേൾക്കാത്തെന്നോ? അതിനൊരു നിയമമുണ്ട്. ഈ ഖുർആനിൽ നിന്ന് നേരിട്ട് കണ്ടെത്തി പറയല് അൻസാർ മാഷിക്ക് ഹറാമാണ്. ഇതാരാ പറഞ്ഞതെന്ന് അങ്ങക്ക് സംശയോ? ലോകത്ത് അത് പറയാതെ ഒരൊറ്റ ഇമാമും ഇല്ല. എന്ന് മാത്രമല്ല ഇബ്നു തൈമിയ വരെ ഇല്ല. ബാക്കിയുള്ളവർ പോട്ടെ, ഇബ്നു തൈമിയ എന്ന് വെച്ചാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരനല്ലേ. എല്ലാ ഇമാമിങ്ങളും പറഞ്ഞു ഖുർആനിലേക്ക് ഇറങ്ങി സംസാരിക്കുന്നവൻ 15ഓളം വിജ്ഞാന ശാഖകളിൽ അവഗാഹം നേടാതെ അതിൽ ഇറങ്ങി അതിൽ നിന്ന് വിധി കണ്ടെത്തി സംസാരിച്ചാൽ അയാളുടെ പാർപ്പിടം നരകമാണ് എന്ന് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് പറയുക മാത്രമല്ല, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ ലോകപ്രശസ്ത ഗ്രന്ഥമായ കിതാബ് റിസാലയിൽ പറഞ്ഞെന്താണെന്നറിയോ? മൻ തകല്ലഫ, ഒരാളങ്ങ് ഏറ്റെടുത്തു, ഞാൻ മതം പറയാനങ്ങ് ഏറ്റെടുത്തു. എങ്ങനെ? മിൻ ഗൈരി ഇത്ഖാനിൽ ഇൽമി, ഇൽമങ്ങ് ഭദ്രമാകാതെ. എന്നിട്ട് അയാൾ പറഞ്ഞത്, അയാൾക്കാണെങ്കിലോ മാ ജഹില ബിഹി മഅരിഫതുഹു, അയാൾക്ക് ഈ വിഷയം അറിഞ്ഞൂടാ. അയാള് കണ്ടോ മുണ്ടോ പരിഭാഷയും വായിച്ചതാണ്. അങ്ങനെ പറഞ്ഞാൽ ഒരാൾ ഏറ്റെടുത്തിട്ട് ഷാഫി പറഞ്ഞ വാദ്യം എന്താണെന്നറിയോ? ഇനി അത് ഉള്ളേ തന്നെ ആയിപ്പോയിന്ന് വെച്ചോ, എന്നാലും അയാൾ കുറ്റക്കാരനാണ്. എങ്ങനെ? തെറ്റിപ്പോയ കുറ്റം എന്നല്ല പറഞ്ഞേ. ഒരാള് ഈ മിൻഹൈസുല എതിരി, അയാൾ അറിയാണ്ട് അങ്ങ് ശരിയായിപ്പോയി, എന്നാലും അയാൾ കുറ്റക്കാരനാണ്. അതുകൊണ്ട് ഇമാമിങ്ങളെ അവലംബിച്ചുകൊണ്ടല്ലാതെ മതം പറയരുത് എന്നുള്ളൊരു അടിസ്ഥാന നിയമമാണ്. അപ്പോ ഞാൻ പറഞ്ഞത്, അപ്പൊ ഈ ആയത്താണ് ഓതിയത് ആര്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. എന്താ ഈ ആയത്തിന്റെ അർത്ഥം? എന്താ 5 നേരം നിസ്കരിക്കണം എന്നാണ്. എല്ലാവരും തഫ്സീർ പരിഭാഷ എടുത്ത് നോക്കുക. ഈ ആയത്ത് സൂറത്ത് റൂം 17ാമത്തെ വചനം, ഇതവരെ ഭാഷയാണ്. നമ്മൾ ഓരോട് പറയുമ്പോൾ നല്ലോണം പറയണല്ലോ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഫ, അപ്പോൾ. അല്ലോ അങ്ങനല്ലേ? ഫ, അപ്പോൾ. എപ്പോ? ഇതൊരു എവിടുന്നോ മുറിച്ചു വന്ന പോലില്ലേ ഇങ്ങനെ ആയത്തുണ്ടാകുക. ഫ എന്ന് പറയുമ്പോ അപ്പോൾ, എപ്പോൾ ഉണ്ടത്. സുബ്ഹാനല്ലാഹ് എന്തെന്നർത്ഥം? അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തണം, അല്ലെ? പരിശുദ്ധിയെ വാഴ്ത്തണം. എപ്പോഴ്? ഹീന തുംസൂന, പ്രദോഷത്തിന്, വൈകുന്നേരം. വഹീന തുസ്ബിഹൂൻ, പ്രഭാതത്തിലും. വലഹുൽ ഹംദു, ആ അള്ളാഹുവിനാണ് സർവസ്തുതികളും. സമാവാതി വൽ അർളി, ആകാശഭൂമിയിലെല്ലാ സ്തുതികളും അള്ളാഹുവിനാണ്. വഅശിയൻ വഹീന തുദ്ഹിറൂൻ. എന്നിട്ട് എന്ത് ചെയ്യണം? ഹീന തുദ്ഹിറൂൻ. പിന്നെ ഇവന്ന് കഷം കൊടുത്ത് പറയാണ്, ഒരു പകൽ സമയത്ത്, ദുഹ്ർ എന്നൊക്കെ പറയൂലേ, ആ സമയത്ത്. ഇത് കണ്ടിട്ടാ നമ്മള് ചേകന്നൂര് ഹീന എണ്ണീറ്റാ 3 ആക്കിയത്. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ സുബ്ഹാനല്ലാഹി ഹീന തുംസൂന, ഒരു ഹീന 1, വഹീന തുസ്ബിഹൂന 2, വഹീന തുദ്ഹിറൂൻ 3. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എണ്ണി നോക്കുമ്പോ എത്ര? 5.
എന്ന് മാത്രമല്ല ഈ ആയത്ത് ചേകന്നൂര് തെളിവാക്കിയ അത്ഭുതം തന്നെ. കാരണം എന്താ ഇവിടെ പറഞ്ഞെന്താ? സുബ്ഹാനല്ലാഹ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ഏതെങ്കിലും ഒരു നിസ്കാരത്തില് സുബ്ഹാനല്ലാഹ് എന്നുള്ളൊരു ദിക്റ് ചെല്ലല് ഫർദുണ്ടോ? ബാക്കിയെല്ലാം പോട്ടെ. അല്ല പറഞ്ഞെന്ത്? ഇപ്പൊ സുബ്ഹാനല്ലാഹ് എന്നാ മിനിമം മുജാഹിദിനോട് ചോദിക്കുകയാണ്, മിനിമം ആയത്തനുസരിച്ച് അമൽ ചെയ്യുമ്പോ എന്ത് ചെയ്യണോ? സുബ്ഹാനല്ലാഹ് എന്നെങ്കിലും ഒരു ഫർദ് വേണ്ടേ? നിസ്കാരം ആദ്യം മുതൽ അവസാനം വരെ എടുത്തു നോക്കിയേ, ഫർദ് നോക്കിയേ, സുബ്ഹാനല്ലാഹ് എന്ന് പറയലുണ്ടാവോ? ഇല്ല. പിന്നെന്താ പറഞ്ഞത്? സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അതെന്താണ്? നിസ്കാരത്തെ പറ്റിയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് ഇത് നിസ്കാരത്തെ പറ്റിയാണ്, അല്ലാതെ പരിഭാഷ നോക്കിയാല് കിട്ടൂല എന്ന് മാത്രമല്ല, നിസ്കാരത്തിൽ ഔറത്ത് മറക്കണ്ടേ? ഔറത്ത് മറക്കുന്നതിന് ഖുർആനിൽ എന്താ തെളിവ്? നിങ്ങള് പരിഭാഷ നോക്കണെങ്കിൽ അൽ-അറാഫ് 31 അതിൽ പറയാണ്, യാ ബനി ആദം ഖുദൂ ദീനതകും ഇൻദ കുല്ലി മസ്ജിദ് വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഓ ആദം സന്തതികളെ, ഖുദൂ ദീനതകും, നിങ്ങളെ ഭംഗി നിങ്ങൾ അണിയണം. ഇൻദ കുല്ലി മസ്ജിദ്, എല്ലാ പള്ളികളിലും. ഇതെന്തിനു തെളിവാന്ന് നിങ്ങള് പരിഭാഷ വായിക്കുന്നവർ ശ്രദ്ധിച്ചോ? നിസ്കാരത്തിലും തവാഫിന്റെ ഘട്ടത്തിലും ഔറത്ത് മറക്കാൻ വേണ്ടി അള്ള കൽപ്പിച്ച കൽപ്പനയായത്. ഇത് എന്താ സാമ്പിളിൽ പറയുന്നോ? ഈ ഖുർആനിൽ തെളിവ് ചോദിക്കുമ്പോ ആദ്യം ഖുർആൻ എന്താന്ന് അറിയണം, ഖുർആനിൽ എങ്ങനെയാ പറയാന്നറിയണം. എന്നിട്ട് ഇവിടെ തന്നെയല്ല പറയുക കുലു വശ്റബു, തിന്നോളൂ കുടിച്ചോളൂ. അത് ഇതുമായിട്ടല്ല ബന്ധം. കുലു വശ്റബു എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മള് നിസ്കരിക്കാൻ നോക്കുന്ന നേരം നല്ലോണം തിന്നോ കുടിച്ചോ നല്ലത്. എന്നിട്ട് അവിടെ തന്നെ പറയാ വലാ തുസ്രിഫൂ, നിങ്ങൾ അമിതമായി ചെലവഴിക്കരുത്, എന്താണ് ദുർവ്യയം ചെയ്യരുത്. എന്നിട്ട് അവിടെ പറയാണ് ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ദുർവ്യയം ചെയ്യുന്ന ആൾക്കാരെ അള്ളാഹു ഇഷ്ടപ്പെടൂല. ഇതെല്ലാം കൂടി ഒരാഴ്ചല്ലേ പറഞ്ഞ്. ഇതിലെന്തിനൊക്കെ തെളിവുണ്ട്? നമ്മൾ നോക്കിയാൽ തന്നെ കുറെ തെളിവ്, ഇമാമിങ്ങൾ നോക്കിയാൽ ഒരുപാട് തെളിവുകൾ. അതുകൊണ്ടാണ് മുൻകാലത്ത് മുഫസ്സിരീങ്ങളെ ചരിത്രം പറയുന്ന കിതാബുകളിൽ കാണാം, ചില മഹാന്മാരെ തഫ്സീറുകൾ 1000 വോള്യങ്ങളായിരുന്നു, ചില മഹാന്മാരെ തഫ്സീറുകൾ 800 വോള്യങ്ങളായിരുന്നു. ഇപ്പം തന്നെ കിട്ടുന്ന നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന തഫ്സീറുകൾ തന്നെ 10, 30, 40, 50 വോള്യങ്ങളാണ്. അപ്പൊ പരിഭാഷ മതിയായിരുന്നെങ്കിൽ 1000 വോള്യം തഫ്സീർ എഴുതിയിട്ട് ആ ഇമാം എഴുതിയിട്ട് ഒരുത്തേലെത്തിയിട്ടില്ല. ആ ഇമാം എഴുതാത്ത തഫ്സീറാണ് വേറെ ഇമാം എഴുതിയത്, എന്നിട്ട് ഒരുത്തേലെത്തിയിട്ടില്ല. അതുകൊണ്ട് ഖുർആനിനെ പറ്റി മനസ്സിലാക്കണം, തെളിവ് ചോദിക്കുന്നവർ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ കാര്യം പറയാണ്. നമ്മൾ ബദരീങ്ങളെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു ചെല്ലുന്നതിൽ ആർക്കും തർക്കമില്ല, റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ചെല്ലുന്നതിൽ തർക്കമില്ല. അപ്പോഴാരെങ്കിലും ചോദിക്കുന്നത് കേട്ട് നിങ്ങൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദരീങ്ങളെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു ചെല്ലുമെന്ന് ആരെങ്കിലും ചോദിക്കലുണ്ടോ? ഇല്ല. സ്വഹാബികള് ചെല്ലീനോന്ന് ചോദിക്കോ? ഇല്ല. ബദരീങ്ങൾ മദ്ഹ് പറയുന്നവർ ചോദിക്കുന്നത് അങ്ങനെ ചെല്ലീനോ? ഈ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു വലിയ മദ്ഹാ. അപ്പൊ ഇത് പറയുന്നത് നബിതങ്ങൾ അങ്ങനെ ചൊല്ലി എന്ന് സ്ഥിരപ്പെട്ടത് കൊണ്ടല്ല, സ്വഹാബികൾ അങ്ങനെ ചൊല്ലി എന്ന് സ്ഥിരപ്പെട്ടത് കൊണ്ടല്ല. അത് നിങ്ങളെ ചെല്ലുന്ന ആൾക്കാർ മൗലവിമാരോട് ചോദിച്ചാൽ മതി, എന്ത് ഈ റളിയല്ലാഹുവിന് ചെല്ലണം എന്ന് നബിതങ്ങള് എപ്പാ പറഞ്ഞ്? ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്നും ചോദിച്ചു നോക്കിയാൽ മതി. അപ്പൊ അവര് പറയൂ അത് പണ്ടേ ചെല്ലുന്നല്ലേ എന്ന് മാത്രമല്ല ഖുർആനിൽ ആയത്തുണ്ട് എന്ന് പറയും. ആയത്ത് നിങ്ങൾ നോക്കി നോക്കണേ. അപ്പം പറയും വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദുവൻ. മുഹാജിരീങ്ങളെയും അൻസാരികളെയും അവരെ തുടർന്ന ആളുകളെയും നല്ല നിലക്ക് തുടർന്ന് വല്ലദീന തബഊഹും ബിഇഹ്സാൻ എന്ന് പറയുന്ന തഫ്സീർ എന്താണെന്ന് അറിയുന്നത്? ഇമാം റാസി റളിയല്ലാഹു അൻഹു ബിഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അവരെ മദ്ഹ് ചൊല്ലിക്കൊണ്ടിരുന്ന, അത് പോട്ടെ, ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും അവരെ അള്ള തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്നാ പറഞ്ഞു. അല്ലാതെ എന്തല്ല അവരെ പേരേക്കുമ്പോ റളിയല്ലാഹു അൻഹു ചെല്ലണം എന്നല്ല. അപ്പം മുജാഹിദിനോട് നമുക്ക് അങ്ങോട്ട് ചോദിച്ചൂടെ, ഈ ആയത്ത് മുത്തുനബിക്കല്ലേ ഇറങ്ങിയത്, എന്നിട്ട് ആ മുത്തുനബി റളിയല്ലാഹു അൻഹു ചൊല്ലിയോ? അതുപോലെ സഹാബികൾ ചൊല്ലിയോ
എന്ന് ചോദിച്ചൂടെ? അത് ചോദിക്കാത്തെന്നോ? അതിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ദീൻ എന്ന് പറഞ്ഞാൽ തെളിവ് പല രൂപത്തിലുണ്ട്. അല്ലാണ്ട് എല്ലാം നബിതങ്ങൾ ചെയ്യലാണ് തെളിവ് എന്ന് വിശ്വസിച്ചതാണ് അബദ്ധം. അത് തിരുത്തിയിട്ടില്ലെങ്കിലും ദീനുണ്ടാവില്ല. ഞാനതിലേക്ക് പോകുന്നില്ല. അപ്പൊ റളിയല്ലാഹു അൻഹു ചെല്ലണം എന്ന് പറഞ്ഞത് കാണുന്നില്ല. പക്ഷെ അത് അവര് ചെല്ലുന്നത് കൊണ്ട് തർക്കാക്കുന്നില്ല. ഒരാള് കഴിഞ്ഞ ദിവസം ഒരു പള്ളിക്കരായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ച ഞാൻ കേട്ടതാണ്. ബദരീങ്ങളെ പേര് ചുമരിന്റെ മുകളിൽ എഴുതി വെക്കുന്നത് ഹദീസിലുണ്ടോ? എന്നിട്ട് മൂപ്പർ ഒരു കമന്റ്, എഴുതി വെക്കേണ്ടത് എന്താണെന്നറിയോ? തവക്കൽതു അലല്ലാഹ്. അതേത് ഹദീസാണല്ലോ ഈ തവക്കൽതു അലല്ലാഹ് എന്ന് എഴുതി വെക്കാൻ? ഖുർആനിൽ ഹദീസിലൊന്നുമില്ല. അതെന്റെ ആശയം അനുസരിച്ച് എഴുതി വെച്ചതാ. അല്ലാതെ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യാ, ഒരു തവക്കൽതു അലല്ലാഹ് എന്നുള്ള ബോർഡ് വാങ്ങി ഈ പൊരേന്ദ്രന് തൂക്കണമെന്ന് ഹദീസ ഖുർആനിലുണ്ടോ? തവക്കൽതു അലല്ലാഹ് എന്ന് എഴുതി വെക്കണം. അപ്പൊ തവക്കൽതു ആയത്ത് ശിഫ എന്ന് കണ്ടിട്ടില്ലേ നമ്മള്? ആയത്ത് ശിഫ എന്ന് പഠിപ്പിച്ചാൽ പിന്നെ ഇങ്ങനെ പറയണോ? ഓരോ രോഗം ഉണ്ടാകുന്നവരെ എഴുതി കുടിച്ചോ, എഴുതി മന്ത്രിച്ചോ എന്ന് പറയണോ? പനീന്റെ മരുന്ന് എന്ന് ഒരാൾ പറഞ്ഞിട്ട് പനീന്റെ മരുന്നാന്ന് പറഞ്ഞാൽ പിന്നെയും പറയണോ പനി ഉണ്ടാകുമ്പോൾ കുടിക്കണം? അതുപോലെ ഈ സ്വാലിഹീങ്ങളെ പറ്റി നമ്മളെ ഇസ്ലാമിന്റെ നിയമം സലഫിന്റെ കാലത്ത് മുതൽ മുത്തുനബി മുതൽ ഇങ്ങോട്ട് ഹദീസായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഹദീസിന്റെ പരമ്പരയിൽ ചില ദോഫുകളുണ്ട്. അത് പോട്ടെ. ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ചതാണെന്ത്? സ്വാലിഹീങ്ങളെ ഓർക്കുന്നിടത്ത് തന്നെ റഹ്മത്തിറങ്ങും. പിന്നെ എഴുതി വെച്ചാൽ പിന്നെ പറയണോ? അപ്പോഴ് ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് പിന്നെ ഒരു വാക്ക്, സമസ്തയുമായി ബന്ധപ്പെട്ടാണ് നമ്മളെ പരിപാടി. അപ്പോഴ് ഈ സമസ്തയുടെ നേതാക്കളെ പറ്റിയും അതുപോലെ അതിന്റെ വിശുദ്ധിയെ പറ്റിയും അറിയാൻ താമസിച്ചു പോയ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഒരു വാക്ക് ഞാൻ അതും കൂടി പറഞ്ഞിട്ട് നിർത്താം. അപ്പോഴ് നേര് പറഞ്ഞാല് നമ്മളെ മനസ്സിൽ ഇ കെ ഉസ്താദിനെ പറ്റിയും കണ്ണിയത്ത് ഉസ്താദിനെ പറ്റിയൊന്നും ആ കാലഘട്ടത്തിൽ വലിയ വലിപ്പമൊന്നുമില്ലായിരുന്നു. അതില്ലാതിരിക്കാൻ കാരണം ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടത് പ്രസംഗങ്ങളിലൊക്കെ ഞങ്ങൾ പറയുമ്പോൾ പറയും മഹാനായ ഇ കെ ഉസ്താദ് എന്നൊക്കെ പറയുമെങ്കിലും വ്യക്തിപരമായി പറയുമ്പോൾ അങ്ങനത്തെ പ്രയോഗങ്ങൾ കേട്ടതുകൊണ്ടാണ്, നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ ആദരിക്കുന്ന ആൾക്കാരിൽ നിന്ന് കേട്ടതുകൊണ്ട് അതിൽ വലിയ വലിയ നിരാശയും ദുഃഖവുമുള്ള ഒരാളാണ് ഞാൻ. കാരണം ആ മഹാന്മാരെയൊന്നും കാണാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ലെങ്കിലും മഹാനായ കോയക്കുട്ടി ഉസ്താദിനെ കാണാൻ വേണ്ടി എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ആ ഉസ്താദിനെ കണ്ടപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം ആദ്യമായിട്ട് ഒരു ആലിമിനെ കണ്ടപ്പോൾ ആത്മാർത്ഥമായിട്ട് വന്നത് അന്നാണ്. കാരണം ഞാൻ മുമ്പേ ഒരു വായിക്കാറുണ്ട്, വായിച്ചറിഞ്ഞിട്ടുണ്ട്, കേട്ടറിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ ഒരാളെ കാണുമ്പോൾ, ഒരു പണ്ഡിതനെ കാണുമ്പോൾ, അല്ലെ ഒരു മഹാനെ കാണുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ പണ്ഡിതൻ. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്കൊരാളെ കാണുമ്പോഴും അവരോട് സ്നേഹമുണ്ടാവുമ്പോഴും ദുനിയാവിൽ നിന്ന് മനസ്സ് തിരിഞ്ഞു പോകുന്നാണെങ്കിൽ അത് ഇമാമുദ്ദീൻ ആണ്. ഗസാലി ഇമാം ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞിട്ടുണ്ട്. ഒട്ടനവധി വേറെ പല ഗ്രന്ഥങ്ങളിലും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒരു പണ്ഡിതനെ നമ്മൾ സ്നേഹിക്കുകയും അദ്ദേഹത്തിലേക്ക് നോക്കുകയും ചെയ്യുമ്പോൾ ദുനിയാവിന്റെ ഒരു ആഡംബരത്തോടാണ് നമ്മളെ മനസ്സിൽ പ്രിയം വരുന്നതെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത് അദ്ദേഹത്തിന്റെ മർക്കബിനെ പറ്റി, വാഹനത്തെ പറ്റിയും, ഞാനിപ്പോ ആർക്കോ ചേർത്ത് പറയുന്നല്ലോ കേട്ടോ, അതിൽ കിതാബിലുള്ള, അതുപോലെ ജീവിതത്തിന്റെ ആഡംബരങ്ങളെ പറ്റിയും ആണെങ്കിൽ ഗസാലിമാ പറഞ്ഞ വാചക ഞാൻ ആരെ ആക്ഷേപിക്കാൻ പറയുന്നല്ല. ഗസാലിമാ പറയാണ് ലൈസ ഹുവ, അയാളല്ല മിൻ ഇമാമിദ്ദീൻ, ദീനിന്റെ ഇമാമല്ല, ബൽ പക്ഷേ ഹുവ ദജ്ജാലുദ്ദീൻ. അപ്പോഴിത് ഗസാലിമാ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഞാൻ വല്ലാതെ ചിന്തിച്ചു പോയ ഒരു സംഭവമാണത്. അതിനുശേഷം ചെറുശ്ശേരി ഉസ്താദിനെ കാണാൻ പോകണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അതിൻ്റെ അടുക്കാണ് നടുവേദനയായിട്ട് യാത്ര ചെയ്യാൻ പാടില്ലാത്ത ഒരവസ്ഥയിലായിപ്പോകൊണ്ടാണ് കാണാൻ പോകാൻ കഴിയാതിരുന്നത്. എന്നാലും വളരെ ചുരുക്കം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ.
അവിടെ എനിക്ക് പ്രകടമായ വ്യത്യാസം ഒന്ന് അതാണ്. രണ്ടാമത്തത്, ഈ ഒരു കുടുങ്ങിയ ഞാൻ ഈ ആ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു വന്നപ്പോ എനിക്ക് അനുഭവപ്പെട്ടൊരിത്, ഒരു വിശാലമായ ലോകത്തേക്കാണ് ഞാൻ പ്രവേശിച്ചത്. സ്നേഹവും ഐക്യവും സന്തോഷവും മറ്റുള്ളവരെ നന്നായി വലുതായി കാണുക. പണ്ടൊക്കെ നേര് പറഞ്ഞാൽ ഈ ഏപ്പിക്കാർ എന്ന് പറയുന്ന, ഞാൻ ഏപ്പിക്കാരനാന്ന് പറഞ്ഞ് നടക്കുന്ന കാലത്ത് തുടരാൻ ഭയങ്കര വസ്വാസാണ്. എന്താ വസ്വാസം എന്ന് വെച്ചാല് അങ്ങനെ ഇങ്ങനൊന്നും നമ്മൾക്കങ്ങ് തുടരാൻ തോന്നൂല. സത്യത്തിൽ അതൊരു സൂക്കേടാണ്. അത് പിന്നെ ഞാൻ തിരിച്ചറിഞ്ഞു. കാരണം എന്താ, തുടരാൻ തോന്നാതിരിക്കുക. നമുക്ക് അറിയുന്ന ഒരാള് പിഴച്ച ആളാണെന്നോ അറിയുന്നതാണെങ്കിൽ തുടരാതിരിക്കാം. അറിവില്ലാത്ത ഒരാള് പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നത് കാണുമ്പോൾ മനസ്സിൽ തോന്നും അത് പറ്റുമോ. കാരണം അപ്പൊ എന്താണ് അതിന്റെ സൂക്കേട്, പിന്നെ എനിക്ക് തിരിഞ്ഞു എന്താണ് അതിന്റെ സൂക്കേട്, ഞാൻ തുടരാൻ മാത്രം അയാൾ ഉണ്ടോന്നായി ചിന്തിക്കുന്നത്. മനസ്സിൽ വസാലിമാവ് റളിയല്ലാഹു പറഞ്ഞു. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു. വസാലിമാവ് റളിയല്ലാഹു പറയാ, അതാണ് ഈബത്തുൽ കൽബാണ് വലിയ ഈബത്തുൽ. നാവ് കൊണ്ട് പറയുന്നതിനേക്കാൾ വലിയ ആ ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോ ആൾക്കാരോട്, അതിലുള്ള ആൾക്കാരോട് സ്നേഹത്തോട് ചോദിച്ചാൽ അറിയാം. ഭയങ്കര വിശ്വാസമായിരിക്കും. പിന്നെന്താന്ന് വെച്ചാൽ ഞാനും നമ്മളെ ഉസ്താദും മറ്റേ ഉസ്താദും ഞങ്ങൾ സ്വർഗത്തിലേക്ക് ഞങ്ങൾ മാത്രം പോകുന്ന ആൾക്കാരും, പിന്നെ വേറെ ബാക്കിയുള്ളവരിൽ എന്താണ് നജീബ് മൗലവിനെ പറ്റി ഒരു സുന്നി പണ്ഡിതനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ആ കൂട്ടുനിറങ്ങിയതിനു ശേഷം അദ്ദേഹത്തിന്റെ 10-100 മണിക്കൂർ പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കേട്ട എല്ലാ പ്രസംഗത്തിലും നജീബ് മൗലവി മുജാഹിദിനെതിരെ പറയും. ഒറ്റ പ്രസംഗത്തിലും ഞാൻ മുജാഹിദിനെതിരെ പറയാത്ത ഒറ്റ പ്രസംഗമില്ല. അപ്പൊ അദ്ദേഹത്തെ പറ്റി ഞാൻ കേട്ട പ്രസംഗത്തിന്റെ കഥ അറിയുന്നത്, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വാഴക്കാടുന്ന് പ്രസംഗിക്കുക. സമസ്ഥാനയിലുണ്ടൊരു മൗലവി, അയാൾക്ക് സുന്നത്ത് ജമാഅത്തിനോട് ഒരു കൂറുമില്ല, ഒരിതുമില്ല, അയാൾക്ക് സുന്നീനോടൊരു താല്പര്യമില്ല. ഞാനും വിചാരിക്കൂല ഉള്ളതാണ്. ഈ നജീബ് മൗലവിന്റെ ഒരൊറ്റ പ്രസംഗം, ഞാൻ പറയുന്നത് വിഷയം ചിലപ്പോൾ ഖബറായിരിക്കും, ചിലപ്പോൾ മനുഷ്യനായിരിക്കും, കണ്ണീരുന്നു പല പ്രസംഗവും കേട്ട് എല്ലാത്തിലും എന്തുണ്ടാവും, മുജാഹിദ് പിഴച്ച പ്രസ്ഥാനാണ് എന്ന്. പക്ഷെ ഒരു നല്ല ശൈലി പറയും. അതല്ലേ അവരും കൂടെ എടുക്കാനുള്ള ഒരു ശൈലി പറയും. എപ്പോഴും അതിനെ എതിർക്കുന്ന ഒരാളാണ്. അപ്പൊ എല്ലാരെയും വിമർശിക്കുന്ന, എല്ലാവരും മോശക്കാരും നമ്മൾ മാത്രം നന്നായി എന്നുള്ള ആ ഒരു കൂട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഭയങ്കര തിരക്കുള്ള ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് വിശാലമായൊരു ഗ്രൗണ്ടിലേക്ക് അങ്ങ് ഇറങ്ങുമുണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ, ആ സുഖം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഉഹ്റവിയായ ആലിമീങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ദീർഘമായി പറയേണ്ട ആവശ്യമില്ല, ഇതൊക്കെ വിശദീകരിക്കും. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ വേദന, കൽബി തട്ടിയ വേദന എന്താണെന്നറിയോ, അള്ളാഹു AP അബൂബക്കർ മുസ്ലിയാർക്കും അതുപോലെ ഇവർക്കൊക്കെ എല്ലാ സൗകര്യവും അള്ളാഹു കൊടുത്തു. എല്ലാ സൗകര്യങ്ങളും ഭൗതികമായിട്ട് എല്ലാ ആഡംബരങ്ങളും കൊടുത്തു. AV ഉസ്താദിന്റെ റൂമിൽ ഞാൻ പോയപ്പോഴാണ് മറ്റു പലരുടെയും റൂം ഞാൻ കമ്പയർ ചെയ്തത്. അതുപോലെ കോഴിക്കോട്. അപ്പോ അങ്ങനെ ഞാന് പറഞ്ഞത്, എല്ലാം കൊടുത്തിട്ടും മുത്തുനബീന്റെ പേരിൽ പച്ചയായ കളവ് പറഞ്ഞപ്പോ അത് വെറുപ്പല്ല, എന്താണ്, ഒരറപ്പാണ് തോന്നുന്നത്. എന്തിനാണ് എല്ലാം കൊടുത്തില്ല അല്ലാ, എന്നിട്ട് അല്ല ഏറ്റവും സ്നേഹിച്ച മുത്തുനബീന്റെ പേരുകൾ ആലോചിച്ച് അതിന് തെരഞ്ഞെടുക്കുന്നത് മാത്രം ആലോചിച്ചൊക്കെ. എല്ലാ മുഅ്മിനീങ്ങളും മുത്തുനബീന്റെ മദ്ഹ് പറയുന്നതിന്റെ 1ാമത്തെ തിങ്കളാഴ്ച ആ കളവ് ആവർത്തിക്കുന്നത് വളരെ വേദനയുണ്ടെന്ന് മാത്രം ഉണർത്തി, ഞാൻ ഒരല്പം നീണ്ടുപോയി, ക്ഷമിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്തോടുകൂടി വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.